നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി
പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരൂപേശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിൻ ഇതി നാമിനേ. നമഃ ആചാര്യപാദായ നിതായ കൃപാപ്രദായിനേ ഗൗരഗദാദാമദായ നഗരഗ്രാമതാരിണേ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമുക്കിന്ന് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്കന്ധം കഴിഞ്ഞു കേട്ടോ. ഈ മൂന്നാമത്തെ നമ്മൾ 12 വരെ എത്തിക്കണം അതെല്ലാവരും കൂടെ. അപ്പോൾ ഇത് മൂന്നാമത്തെ സ്കന്ധം സ്റ്റാർട്ട് ചെയ്യണം. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഭാഗവതാണ്. ഇപ്പോൾ നമുക്ക് കലിയുഗത്തില് ഈശ്വരൻ കൃഷ്ണൻ ഏത് രൂപത്തിലുള്ളത്? ഭാഗവത രൂപത്തില് നാമരൂപത്തിലാണ്. ഇത് കൃഷ്ണൻ തന്നെയാണ്. ഇത് പഠിക്കുക കൃഷ്ണനെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം ഭാഗം 1 അധ്യായം 1. ഇതില് വിതുരന്റെ ചോദ്യങ്ങൾ, ഇതാണ് ഈ അധ്യായത്തിന്റെ പേര്. വിതുരനെ എല്ലാവരും കേട്ടിട്ടുണ്ടോ? വിതുരൻ ആരാണ്? വിതുരൻ ധൃതരാഷ്ട്രാനിയൻ അല്ലേ? ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ധൃതരാഷ്ട്രാനിയൻ അതായത് നമ്മുടെ വ്യാസമഹർഷി അംബിക അംബാലിക കേട്ടിട്ടുണ്ട്. അംബിക അംബാലിക എന്ന് 3 പേരാണ് വിചിത്രവീരന്റെയും വിചിത്രവീരന്റെയും പിന്നെ ചിത്രാംഗതന്റെയും ഭാര്യമാരായി വന്നത്. അതിൽ അംബ വേറൊരു രാജാവിനെ സ്നേഹിച്ച കാരണം അംബയെ തിരിച്ച് കൊണ്ടാക്കും. അംബയെ പക്ഷെ അന്നത്തെ കാലത്ത് ഒരു പുരുഷൻ കൈപിടിച്ച വേറൊരാളെ സ്വീകരിക്കില്ല. അതുകൊണ്ട് അംബേനെ സ്നേഹിച്ച പുരുഷൻ സ്വീകരിക്കില്ല. എന്നിട്ട് പറയണോ ആരെ കൊണ്ടുപോയത് ഇവരെല്ലാവരും ഓർമ്മയുണ്ടാ? ഭീഷ്മപിതാമഹനാണെങ്കിൽ എന്താണ് വ്രതാണ് അല്ലെ? നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് വ്രതം എടുത്തിരിക്കുകയാണ്. അപ്പൊ അംബ എന്ത് പറയും? നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുന്നു.
അപ്പോൾ എനിക്ക് സാധിക്കില്ല എന്ന് പറയുമ്പോൾ ആ ദേഷ്യത്തിൽ അമ്പ ശിവനെ തപസ് ചെയ്തിട്ട് ശിഖണ്ഡിയായിട്ട് ജനിച്ചിട്ട് അങ്ങയുടെ മരണത്തിന് ഞാൻ കാരണമാവെന്ന് പറയും. ആരുടെ? ഭീഷ്മ പിതാമഹൻ. അപ്പൊ അമ്പ പോയി. അംബിക അംബാലിക ഇവർക്കും കുട്ടികളാവാനായിട്ട് പറ്റിയില്ല. എന്താ വെച്ചാൽ അപ്പോഴേക്കും വിചിത്രവീര്യൻ എങ്ങനെയാണ് മരിച്ചു, വയ്യാതെ അസുഖം വന്ന് മരിച്ചു. ചിത്രാംഗതൻ വന്നിട്ട് ഗന്ധർവന്മാരോട് യുദ്ധം ചെയ്ത് അവരും മരിച്ചു. അപ്പോൾ 2 മക്കളും, ശാന്തനുവിന്റെ 2 മക്കളും മരിച്ചു. പിന്നെ സത്യവതിയാണ് ശാന്തനുവിന്റെ ഭാര്യ. ഈ സത്യവതിയുടെ മക്കളാണ്. സത്യവതിക്ക് വേറൊരു പുത്രൻ ഉണ്ടായിരുന്നു. അതാരാ? വ്യാസ മഹർഷി. സത്യവതി ചെറിയ കുട്ടിയായിരുന്നു. അപ്പൊ പരാശര മഹർഷി, സത്യവതി മുക്കുവന്റെ മോളാണല്ലോ. അപ്പോൾ സത്യവതി അല്ലെ ആ വെള്ളം തൊഴണ ഒരു ജോലിയായിരുന്നു. ആ സമയത്താണ് പരാശര മുനി വരികയാണ്. പരാശര മുനിക്ക് ആകാശത്ത് നിന്ന് ഒരു അശരീരി വരികയാണ്. കൃഷ്ണ ഭഗവാൻ ഗ്രന്ഥരൂപത്തില് ജനിക്കാൻ പോവാണ്. സാഹിത്യ രൂപ അവതാരം ഭഗവാന്റെ വരാൻ പോവാണ്. ഏതെങ്കിലും ഒരു ഗർഭപാത്രത്തിൽ ഇതിനെ സമർപ്പിക്കണം ഈ കുട്ടി എന്ന് പറയുമ്പോൾ അങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് സത്യവതിയെ കാണുന്നത്. അപ്പൊ സത്യവതിയോട് ഈ പരാശര മുനി ചോദിക്കും, നീ അങ്ങനെ ഭഗവാന്റെ അവതാരം വരാൻ പോണ നീ ഗർഭത്തിൽ സ്വീകരിക്കാൻ തയ്യാറാണോ ചോദിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ കന്യകയാണ്, ചെറിയ കുട്ടിയാണ്, വിവാഹം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയും. അതൊന്നും കുഴപ്പമില്ല, നിന്റെ കന്യകാത്വത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം എന്ന് പറയും. അങ്ങനെ പരാശര മുനിയുടെ അനുഗ്രഹത്തിൽ വേദവ്യാസനാണ് ജനിക്കുന്നത്. ആർക്ക്? സത്യവതി. ആ വേദവ്യാസൻ ജനിച്ച് അവിടുന്ന് തപസ് അനുഷ്ഠിക്കാൻ പോകും. അമ്മയ്ക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചോളൂ എന്ന് പറയും. അങ്ങനെ അമ്മയ്ക്ക് ഇപ്പൊ ആവശ്യം വരികയാണ്. 2 മക്കളും മരിച്ചു പോയി അല്ലേ? ഇനി ആരാ ഉള്ളത്? ഇതൊക്കെ ആരുടെ ശാപമാണെന്ന് അറിയോ? ആരുടെ ശാപമായിരിക്കും? ഈ സത്യവതിയുടെ 2 മക്കളൊക്കെ മരിച്ചുപോയി. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യവതിനെ ശാന്തനുവിന് കല്യാണം കഴിക്കാനായിട്ട് സത്യവതിയുടെ അച്ഛൻ മുക്കുവൻ ഒരു കണ്ടീഷൻ വെച്ചു. എന്റെ മകളുടെ വയറ്റിൽ പിറന്നവനെ രാജാവാകും പാടില്ല അല്ലേ? അപ്പൊ ഇവിടെ ഭീഷ്മ പിതാമഹനുണ്ട്, ഗംഗാദേവിയുടെ പുത്രൻ. ശാന്തനുടെ ആദ്യത്തെ ഭാര്യ ഗംഗാദേവിയാണ്. ഗംഗാദേവിയുടെ പുത്രനാണ് ഇതൊക്കെ അവകാശം. പക്ഷെ സത്യവതിയുടെ അച്ഛൻ സമ്മതിച്ചില്ല. അപ്പൊ നോക്ക് വരണ വരവുകൾ കാര്യങ്ങൾ നോക്കും അല്ലെ? അപ്പോ അവസാനം ശാന്തനു വിചാരിക്കും എന്തായാലും വിവാഹം കഴിക്കണ്ട. ഭയങ്കര ഇഷ്ടമായി സത്യവതിനെ. പക്ഷെ എന്റെ പുത്രനെ ഇങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പുത്രൻ ഭീഷ്മ പിതാമഹൻ ഇതറിഞ്ഞു. എന്തറിഞ്ഞു? എന്റെ അച്ഛൻ വളരെ ദുഃഖിതനാണ്, സത്യവതിയിൽ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കാരണമാണ് അച്ഛൻ കല്യാണം കഴിക്കാത്ത. അദ്ദേഹം ദൃഢപ്രതിജ്ഞ എടുക്കുകയാണ്. എന്താണ്? ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായിരിക്കും അല്ലെ, ഞാൻ വിവാഹമേ കഴിക്കില്ല, എനിക്ക് രാജ്യം വേണ്ട, ഒന്നും വേണ്ട, എൻ്റെ അമ്മയ്ക്ക് അല്ലെ എൻ്റെ അച്ഛൻ ഇനി ജനിക്കുന്ന കുട്ടികൾക്കാണ് ഇതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു. അങ്ങനെയാണ് ഈ കുട്ടികൾ ഉണ്ടായത്, ചിത്രാംഗതനും വിചിത്രവീരനും. 2 പേർക്കും അനുഭവിക്കാൻ പറ്റിയോ നോക്ക്, 2 പേരും മരിച്ചു അല്ലെ. പിന്നെ വേദവ്യാസൻ വന്നിട്ട് ഈ അംബിക അംബാലിക 2 പെൺകുട്ടികളോട് ഉണ്ടല്ലോ ഭാര്യമാര്, അന്നത്തെ കാലത്ത് വംശം നിലനിൽക്കാനായിട്ട് അല്ലെ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പക്ഷെ കലിയുഗത്തിൽ ഇത് ആചരിക്കാൻ പാടില്ല എന്ന് പ്രത്യേക വിധിയുണ്ട്. ഇത് മറ്റുള്ള യുഗങ്ങളിലാണ്. അങ്ങനെ വേദവ്യാസൻ വന്നിട്ട് ഈ അംബാംബികാല് അല്ലെ അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഉത്പാദനം നടത്തണം. അപ്പൊ ആദ്യം തന്നെ അംബികയ്ക്ക് വ്യാസദേവനെ കണ്ടപ്പോ പേടിയായി. വ്യാസദേവൻ എന്താ പറയണ, ഭയങ്കര എന്താ പറയാ, ഭയങ്കര തൊലിയൊക്കെ ഭയങ്കര കട്ടിയിട്ട് തപസ് ചെയ്തിട്ട് ഒരു തപസ്സിന് താടിയൊക്കെ വളർത്തിയില്ലേ, ഭയങ്കര ഒരു നല്ല തീക്ഷ്ണമായ കണ്ണുകളും അവരുടെ സാത്വികത്വം ഉണ്ട്. പക്ഷെ ശരീരമൊക്കെ ഒരു ജഡമുടിയും അല്ലെ, അങ്ങനെ ഒരു പേടിപ്പെടുത്തുന്ന രൂപം കണ്ടിട്ട് ആർക്ക് പേടിയായി? അംബികയ്ക്ക്. അപ്പൊ അംബിക കണ്ണടച്ചു എന്നാ പറയുന്നത്. അതുകൊണ്ട് ആണ് ധൃതരാഷ്ട്ര കണ്ണില്ലാതെ അന്ധനായി ജനിച്ചു എന്ന് പറഞ്ഞു. പിന്നിൽ വേറെ കാരണമുണ്ട്, അത് വേറെ കാര്യം. മുൻജന്മത്തിൽ ഈ ധൃതരാഷ്ട്രക്ക് കാരണമുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചത്. ഒന്നും വെറുതെ സംഭവിക്കണല്ല അല്ലെ. രണ്ടാമത്തെ വന്നിട്ട് നമ്മുടെ അംബാലികയ്ക്ക് പേടിക്കുക ചെയ്തത് ഇദ്ദേഹത്തെ കണ്ടപ്പോ. അങ്ങനെ രാജകുമാരിമാരല്ലേ, ഇവർക്ക് അത്ര സുന്ദരമായ രാജകുമാരന്മാരെ കണ്ടേ പരിചയമുള്ളൂ, ഇതുപോലെ ഋഷി മുനിമാരെ കണ്ട് പരിചയമില്ലല്ലോ. അപ്പോൾ പേടിച്ച് വിളറി വെളുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതിലുണ്ടായ കുട്ടിയാണ് പാണ്ഡു എന്ന് പറഞ്ഞത്. പക്ഷെ പിന്നെ ഒരു ദാസി ഉണ്ടായിരുന്നു അവിടെ, അംബാലികയുടെ ദാസി. അപ്പൊ ദാസിയിൽ നിന്നും കൂടെ ഒരു പുത്രനെ, ഒരു മഹാഭക്തൻ വരാനിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ദാസിയെ സമീപിക്കുകയാണ് വ്യാസ മഹർഷി. അപ്പൊ ദാസി എന്ത് വെച്ച് കഴിഞ്ഞാൽ വിനയത്തോടെ ഇദ്ദേഹത്തെ സ്വീകരിക്കും. ഒരു മഹാഋഷി അല്ലെ, എൻ്റെ അടുത്ത് വരാൻ എനിക്ക് എന്ത് ഭാഗ്യം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് വളരെ വിനയവും സ്നേഹത്തോടെ അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് അദ്ദേഹത്തിനെ സമർപ്പിച്ചപ്പോൾ മഹാഭക്തനായിട്ടുള്ള വിതുരൻ വന്ന് ജനിക്കുകയാണ്. അപ്പോൾ ഈ വേദവ്യാസന്റെ തന്നെ 3 കുട്ടികളും. പക്ഷെ അത് ദാസി പുത്രനാണ് വിതുരൻ. പക്ഷെ ഈ ദാസിയുടെ മനോഭാവം കാരണം ഈ കുട്ടി മഹാഭക്തനായി വന്നു. ബാക്കി 2 പേര് അല്ലെ, ഒരാൾ ക്ഷത്രിയ സ്വഭാവം, മറ്റേ ധൃതരാഷ്ട്രാണെങ്കിൽ ഒരു കുബുദ്ധിയായിട്ട് ജനിച്ചു അല്ലെ. അപ്പൊ അങ്ങനെയാണ് വിതുരൻ ഇവിടെ വന്നിട്ട്. ആ വിതുരന്റെ കഥയാണ് നമ്മളിവിടെ പറയാൻ പോണത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിതുരര് ദാസി പുത്രനായിരുന്നു. വിതുരര് സാധാരണ വ്യക്തിയല്ല, 12 മഹാജനങ്ങളിൽ ഒരാളും കൂടിയാണ് ഈ വിതുരര്. മനസ്സിലായോ? ഈ 12 മഹാജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയാണോ പിന്തുടരേണ്ടത് അവരാണ് 12 മഹാജനങ്ങൾ. ശിവൻ,
ബ്രഹ്മാവ്, നാരദൻ ഇവരിലെ പെടനാണ് ഈ വിദുരർ. വിദുരർ ആരാണെന്ന് പറഞ്ഞാൽ ശരിക്കും ധർമ്മരാജാവാണ്. ആരാ ധർമ്മരാജാവ് പറഞ്ഞാൽ? യമധർമ്മൻ. യമധർമ്മന്റെ മനുഷ്യനായി വന്ന് പിറന്നാണ് വിദുരർ. എന്തുകൊണ്ടാണ് മനുഷ്യനായി പിറന്നത്? കഴിഞ്ഞ ആഴ്ച ഇസ്കോൺ തൃശ്ശൂരിൽ വെച്ചിട്ട് നമ്മുടെ ജയസാക്ഷി പ്രഭു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കഥ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാണ്ഡൂക മുനി കൊണ്ടൊരു മാണ്ഡവി മുനി കൊണ്ടൊരു മുനി ഉണ്ടായിരുന്നു. അന്ന് രാജഭരണ കാലത്ത് അദ്ദേഹം കാട്ടില് വസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് മാണ്ഡവ്യ മുനി അല്ലെ? മാണ്ഡവ്യ മുനി, ഋഷി മാണ്ഡവ്യ. അപ്പോൾ അങ്ങനെ ഇരിക്കെ അവിടുത്തെ രാജകുമാരി ഒരു സ്ഥലത്ത് കുളിക്കാൻ പോയപ്പോൾ ആഭരണങ്ങളൊക്കെ വെച്ചു, ഇങ്ങനെ കരക്കി വെച്ചിട്ട് അത് റാണി കുളിച്ചു, രാജകുമാരി കുളിച്ചു. അപ്പോൾ കുറെ കള്ളന്മാർ വന്നിട്ട് ഇത് എടുത്തുകൊണ്ട് പോയി. ഈ ഭടന്മാരിത് കണ്ടു. ഭടന്മാർ പിന്നാലെ വന്നു. പക്ഷെ കള്ളന്മാർ ഓടി, രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ കാട്ടിലേക്ക് ഓടിയിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാണ്ഡവ്യ മുനിയുടെ ആശ്രമത്തിൽ കൊണ്ട് ഇത് ഒളിപ്പിച്ചു വെച്ചു. മാണ്ഡവ്യ മുനി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഈ കള്ളന്മാര് ഓടി രക്ഷപ്പെട്ടു. മറ്റേ ആരെ പിന്നാലെ ഓടിച്ചു വരുന്നത്? ഭടന്മാര് നേരെ ഇവര് കയറി അതിലേ കയറി ഈ കള്ളന്മാര് കയറണ കണ്ടു. ആ ആശ്രമത്തിൽ ഭടന്മാരും കയറിയപ്പോൾ എന്ത് കണ്ടു? സ്വർണ്ണാഭരണം കണ്ടു. നിങ്ങളാണ് കട്ടതെന്ന് പറഞ്ഞിട്ട് മുദ്ര കുത്തി. സത്യം ഒന്ന് ആള് പറയണമെന്ന് കേൾക്കാൻ അവർ തയ്യാറായില്ല. കാരണം തെളിവ് നിങ്ങൾക്കെതിരാണ് അല്ലെ? തെളിവാണല്ലോ ഇപ്പോ എല്ലാവിടെയും എന്താണ് തെളിവാണ്. കാരണം അപ്പോൾ തെളിവ് നിങ്ങൾക്കെതിരാണ്, അതുകൊണ്ട് നിങ്ങളെ പിടിച്ചുകൊണ്ടുപോകണം കൊണ്ട് രാജാവിന്റെ അടുത്ത് കൊണ്ടുപോയി. രാജാവും ഇദ്ദേഹം പറയണമൊന്നും കേൾക്കണില്ല. തെളിവുകൾ കിട്ടിയല്ലോ, അതിനനുസരിച്ച് ഇദ്ദേഹത്തിനെ കുന്തമുനയിൽ ഇരുത്തി കൊല്ലാനായിട്ട് ഇദ്ദേഹത്തിന് ഇരുത്ത് കുന്തത്തില്. ആ കുന്തം അങ്ങനെ കേറി മുതൽ പോയി അദ്ദേഹം മരിക്കും. അങ്ങനെ ഈ മാണ്ഡവ്യ മുനി നേരെ പോയി യമധർമ്മന്റെ കഴുത്തിന് പിടിച്ച് ചോദിക്കുകയാണ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഈ ശിക്ഷ കിട്ടിയത്? അപ്പൊ എല്ലാവർക്കും അറിയാം. അപ്പൊ യമധർമ്മൻ പറയും, നീ കുട്ടിയായിരുന്നപ്പോ എന്താണ് ചിത്രശലഭം തുമ്പിയൊക്കെ ഇല്ലേ, അതിനെങ്ങനെ ഇങ്ങനെ സൂചി കൊണ്ട് കുത്തി കളിച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെ കളിച്ചിട്ടുണ്ട്? സത്യത്തിൽ ഞാൻ കളിച്ചില്ല അല്ലെ പ്രഭു? അത് പറഞ്ഞപ്പോ സമ്മതിച്ചില്ല. എല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഞാൻ അങ്ങനെ കളിച്ചില്ല. പക്ഷെ അപ്പൊ പ്രഭു ചോദിച്ചു, നോണൊക്കെ കഴിച്ചിട്ടില്ല ചോദിച്ചു. അതൊക്കെ കഴിച്ചിട്ടുണ്ട്, അത് സത്യമാണ്. ജന്മനാ വെജിറ്റേറിയൻ ആണോ ചോദിച്ചാൽ അതല്ല. പക്ഷെ ഇത് തുളസിയാണ്. ഞാൻ ജന്മനാ വെജിറ്റേറിയൻ അല്ല, പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തോ അന്ന് ഞാനത് ചെയ്തിട്ടില്ല. പക്ഷെ കുറെ പേര് മിക്കവാറും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈച്ചേനെ, കൊതുവിനെ പിന്നെ ബാറ്റ് കൊണ്ട് അടിച്ചു കൊല്ലല് നമ്മളെന്തൊക്കെ മുനയിൽ ഇരിക്കേണ്ടി വരും ആർക്കറിയാം. കൊതുവിനല്ലേ ബാറ്റ് കൊണ്ട് അടിച്ചു കൊല്ലല്, പേരിനെ പിന്നെ എന്തായാലും കൊല്ലും, നിവൃത്തിയില്ല. പിന്നെ എന്നിട്ട് തുമ്പി, പാറ്റാലെ, ഉറുമ്പ്, എല്ലാ സംഭവങ്ങളും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ ജീവിച്ചു പോണത് ഭഗവാന്റെ കാരുണ്യാണ്. നമ്മൾ ചെയ്ത പാപം ഒന്ന് ആലോചിച്ച് അല്ലെ? നമ്മൾ ചെയ്ത ഓരോ പാപങ്ങൾ ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേദനിച്ച് നിൽക്കാൻ വഴി ഉണ്ടാവില്ല. ഓരോരുത്തരും ഉപദ്രവിച്ച് ആലോചിച്ചാൽ. പക്ഷെ നമുക്കൊരു വേദന കണ്ട് ഭഗവാൻ കൊണ്ടോണ്ടെങ്കിൽ ഇത് ലോട്ടറി ആണെന്ന് മാത്രം കരുതിയാൽ മതി. ദുഃഖമൊന്നും പറഞ്ഞ് കരയണ്ട. നാമജല പിന്നെ ഓണൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ടല്ലോ. എത്ര ജീവജാലങ്ങൾ നമ്മൾ കാരണം മരിച്ചിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ അപ്പൊ ഈ മാണ്ഡവ്യമുനി പറയും, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞല്ലോ. അപ്പൊ മാണ്ഡവ്യമുനിക്ക് ദേഷ്യം വരും. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു അറിവില്ലാത്ത പ്രായമാണ്. നിങ്ങൾ ഭൂമിയിൽ വന്നാലേ ഇതറിയുള്ളൂ. നിങ്ങൾ ഭൂമിയിൽ വന്ന് പറക്കട്ടെ പറഞ്ഞിട്ട് യമധർമ്മനെ ശപിച്ചു അല്ലെ? അതാണ് ഉണ്ടായത്. അപ്പൊ യമധർമ്മൻ അങ്ങനെ വിദുരരായിട്ട് ദാസീപുത്രനായിട്ട് ജനിക്കേണ്ടി വന്നു. യമധർമ്മൻ എവിടെയുള്ള ആളാണ്? ദാസീപുത്രനായിട്ട് ജനിക്കേണ്ടി വന്നു അല്ലെ? അതാണ് ഇവിടെ എന്തൊക്കെ കഷ്ടങ്ങളാണ് അനുഭവിച്ചു അല്ലെ? അസത്യത്തിന്റെ കൂടെ നിൽക്കേണ്ടി വന്നു. സത്യം പാണ്ഡവരാന്ന് അറിഞ്ഞിട്ടും അല്ലെ? എന്നിട്ട് അദ്ദേഹം പക്ഷെ ഇറങ്ങിപ്പോയി. അത് നിൽക്കൊന്നുമില്ല. അദ്ദേഹം വിദുരര് നിൽക്കൊന്നുമില്ല. വിദുരര് ആളുടെ പാടം നോക്കി പോയി അല്ലെ? അപ്പൊ ആ വിദുരന്റെ ചോദ്യങ്ങളാണ്, വിദുരര് കൊട്ടാരം വിട്ട് ഇറങ്ങിയതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ പറയണം. അപ്പൊ നമ്മൾ എന്താ ഇതെന്ന് മനസ്സിലാക്കി മാണ്ഡവ്യമുനിയുടെ കഥയെന്ന്. ഇനിയിപ്പോ എന്തായാലും ഇതുവരെയുള്ളതൊക്കെ പോയി. ഇനിയിപ്പോ എന്തായാലും ആരും ഉപദ്രവിക്കരുത്. ഒരു ജീവജാലങ്ങളെ കൊതു വന്ന കടിച്ചോ സാറില്ലേ, ഒത്തിരി ബ്ലഡെല്ലാം കുടിച്ചോന്ന് വെക്കുക അല്ലെ? അങ്ങോട്ട് ഇങ്ങനെ ആട്ടിക്കളയാ. ഞാൻ മിക്കവാറും ചെയ്യാറുണ്ട് കേട്ടോ. ഉറുമ്പിനെ മിക്കവാറും ഞാൻ സത്യത്തിൽ ഇസ്കോളിൽ വരണമെങ്കിൽ കൊല്ലാറില്ല. മനഃപൂർവ്വം ചെയ്യാറില്ല. ഉറുമ്പ് കണ്ടാലും രക്ഷപ്പെടുത്താറേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും വേദന കുറവുണ്ടാവുക, പറയാൻ പറ്റില്ല. നമ്മൾ അധികം അങ്ങോട്ട് പ്രശ്നങ്ങളും വേദനകളും അനുഭവിക്കില്ല. പക്ഷെ നമ്മൾ അറിയാണ്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ. ഇനി വീട് അടിച്ചുവാരി തുടയ്ക്കുമ്പോൾ എത്ര ഉറുമ്പുകൾ ചത്തുപോകും. നമ്മൾ എത്ര ശ്രദ്ധിച്ചാൽ ഒരെണ്ണം നമ്മൾ രക്ഷപ്പെടുത്തുമ്പോൾ 1000 എണ്ണം നമ്മുടെ കൈ കൊണ്ട് വേറെ മരിക്കും അല്ലെ? ഈ ഭൗതിക ലോകത്ത് നമുക്ക് തെറ്റ് ചെയ്യാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും, വെജിറ്റേറിയൻ ആണെങ്കിലും ഇതൊക്കെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. വീട് വൃത്തിയാക്കുക, വാഷ് ബേസിൻ വൃത്തിയാക്കുക, ടോയ്ലറ്റ് വൃത്തിയാക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ എത്ര എണ്ണം മരിച്ചു പോണത്. മുറ്റം അടിക്കുമ്പോൾ അല്ലെ, അവിടെ വൃത്തിയാക്കുമ്പോൾ ഒക്കെ. വീട് പണിയുമ്പോഴോ
എത്ര ജീവജാലങ്ങൾ മരിച്ചു പോയിട്ട് ഇതിന്റെ അടിപ്പെട്ടിട്ടല്ലേ. ഇതിന്റെയൊക്കെ ശാപം നമുക്ക് വന്നു ചേരും. ഇന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? പൂർണ്ണ ശരണാഗതി കൃഷ്ണന് നാമം ജപിക്കുക അല്ലെ. എന്നിട്ട് എന്താണ്? ഗുരു പരമ്പര. അതും നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഈ ചെല്ലാൻ പറ്റിയ പാർട്ടിയല്ല ഈ കൃഷ്ണൻ. നേരിട്ട് അവിടെ പോയപ്പോ കിട്ടുന്ന നമ്മുടെ തോന്നല് മാത്രമാണ്, നമുക്ക് ശരിയായിട്ട് കിട്ടൂല അല്ലേ. ശരിയായൊരു ഭക്തൻ നമ്മളെ റെക്കമെൻഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഒരാളനുസരിക്കാൻ ഇഷ്ടമല്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇവള് പറഞ്ഞിട്ട് വേണം ഞാൻ ഇനിയിപ്പോ ഇത് ചെയ്യണമെങ്കിൽ, ഈ ഗുരു പറഞ്ഞിട്ട് വേണം ഞാൻ കേട്ടിട്ട്, ഞാൻ ഇവരെയൊക്കെ എത്രയോ വലിയ ആളാണ്. ഇതാണ് നമ്മുടെ ഭാവം അല്ലേ. ഇതും അഹങ്കാരത്തിന്റെ മൂർധന്യ അവസ്ഥയിലാണ് നമ്മളെല്ലാവരും. അപ്പൊ ഞാൻ ഉൾപ്പെടെ കേട്ടാ, ഞാനും ഈ പറഞ്ഞത് അപ്പടി അനുസരിക്കുന്ന ഒരു സ്വഭാവം. അമ്മ പറഞ്ഞാൽ പോലും നേരം മുഴുവൻ അനുസരിക്കില്ല, അവരെ പഠിപ്പിക്കും അല്ലെ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരെക്കാൾ അറിവുണ്ടെന്നുള്ളൊരു തോന്നലാണ്. അത് തെറ്റായ ധാരണയാണ്. അവരാണ് ശരി, നമ്മളെ പക്ഷെ അത് അംഗീകരിക്കില്ല. എനിക്ക് കുറെ വിദ്യാഭ്യാസം ഉണ്ട്, അവർ 10ാം ക്ലാസ് വരില്ലായിട്ടുള്ളൂ, അപ്പൊ അവരെക്കാളും ബുദ്ധി എനിക്കല്ല എന്നുള്ള തോന്നല്. ഇങ്ങനെയല്ല അമ്മ എങ്ങനെയാണെന്ന് നമ്മൾ പറയില്ലേ. അച്ഛനെയൊക്കെ പിന്നെ ഇഷ്ടം പോലെ തിരുത്തിയിട്ടുണ്ട്, അച്ഛനമ്മേനെ. ഇപ്പോഴാണ് ഒരു വിവരം വന്നത്, സത്യം പറഞ്ഞ ഒരു ഇരുത്തം വന്നത്. ഇങ്ങനെയൊന്നല്ല ചെയ്യേണ്ടതെന്ന് അല്ലേ. അതുപോലെ മുതിർന്നവരെ തിരുത്തുക, ഗുരുക്കന്മാരെ തിരുത്തുക, അതൊക്കെ പരിപാടികളായിരുന്നു. സത്യത്തിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ സ്വഭാവമൊക്കെ മാറ്റിവെച്ച് എന്താണോ ഗുരുപരമ്പര പറയണത്, ഇഷ്ടമില്ലെങ്കിലും ഒക്കെ അനുസരിക്കാം. ഇനി അവരൊക്കെ തെറ്റാന്ന് നമുക്ക് തോന്നി എന്ത് ചെയ്യണം? നമ്മുടെ മുകളിലുള്ള ഗുരുവൊക്കെ തെറ്റാന്ന് നമുക്ക് തോന്നണം. നമ്മുടെ അഹങ്കാരം കൊണ്ടാണ് നമുക്ക് തോന്നണം. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നണത്? നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് തോന്നും അല്ലേ. നമ്മൾ ശരിയാണെന്ന് തോന്നുമ്പോൾ നമുക്ക് നമ്മുടെ ഗുരു തെറ്റാന്ന് തോന്നും. നമ്മൾ ശരിയല്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരെങ്കിലും തിരുത്താണ്ടോ? അഹങ്കാരം വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഗുരുക്കന്മാരെ തിരുത്താൻ തോന്നുന്നത് അല്ലേ. ആലോചിച്ച് നോക്കുക സത്യാവസ്ഥ. നമുക്ക് നമ്മുടെ അച്ഛനമ്മയെ തിരുത്താൻ തോന്നിയത് എന്തുകൊണ്ടാ? ഈ ഭക്ഷണം തന്ന് മുലപ്പാല് തന്ന് വളർത്തിയത് കൊണ്ടാണ് ഇങ്ങനെ ഇപ്പൊ സംസാരിക്കാൻ പറ്റിയത്. പക്ഷെ സംസാരിക്കാനൊക്കെ പറ്റിയപ്പോ നമ്മുടെ വിചാരം എന്താ? ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോ ഈ അച്ഛനമ്മയ്ക്ക് ഒരു വസ്തു അറിയില്ല, എനിക്ക് എല്ലാം അറിയുള്ളൂ അല്ലെ. ഇത് നമുക്ക് എല്ലാവർക്കും, നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ളതാണ്, ഫീൽ ചെയ്തിട്ടുള്ളതാണ്, ചെയ്യാൻ പോണതുമാണ് അല്ലെ. ഇപ്പോഴും അതുപോലെ തന്നെയാണ് ഗുരുക്കന്മാര്. നമുക്ക് വിചാരിക്കും അവരങ്ങൾ പറയുമ്പോൾ അവരെക്കാളും ബുദ്ധി നമുക്കാണ്, അവരും ഒരു വിവരമില്ലാത്തവരാണ് അല്ലെ, അങ്ങനെ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ ഈ തോന്നലിനൊക്കെ മാറ്റി വെച്ചാലേ ഭഗവാന്റെ ലോകത്തേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ, വൈകുണ്ഠ ലോകത്തേക്ക്. അച്ഛൻ അമ്മേനോട് വിനയം വേണം, കാല് തൊട്ട് നമസ്കാരം. ഇനി മുതൽ പോയതൊക്കെ മാറ്റി കളയാൻ പോകണം നമ്മള്. ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്യുക? അച്ഛനമ്മോട് വിനയം വേണം, അവരെ കാല് തൊട്ട് നമസ്കരിക്കണം. അവര് പറയണത് കൃഷ്ണനെതിരെ പറയണത് മാത്രം ജസ്റ്റ് അമ്മ എനിക്ക് കൃഷ്ണനെ വിട്ട് കളിക്കാൻ പറ്റിയാന്ന് പറയാം. കൃഷ്ണന്റെ ഭക്തി ചെയ്യണ്ട പറഞ്ഞാൽ മാത്രം നമ്മൾ പ്ലീസ് അമ്മ എനിക്ക് കൃഷ്ണനെ അത്ര ഇഷ്ടമാണ്, അത് നിങ്ങൾ പറയരുത് പറയാം. ബാക്കി അവര് പറയണ നല്ല കാര്യങ്ങളെല്ലാം നമ്മൾ അനുസരിക്കണം. പിന്നെ നമ്മുടെ ഗുരുക്കന്മാര് എന്തായാലും ഒരു ഗുരു ആവുമ്പോൾ അവർ കുറെ വർഷം മുമ്പ് ഇത് പ്രാക്ടീസ് ചെയ്യലല്ലേ ഗുരു ആവുള്ളൂ. നമ്മുടെ ഗുരുക്കന്മാരെ എപ്പോഴും നമ്മളെക്കാളും കൂടുതൽ നാമം ജപിച്ചിട്ടുണ്ടാവും, നമ്മളെക്കാളും കൂടുതൽ ബുക്ക് വായിച്ചിട്ടുണ്ടാവും, നമ്മളെക്കാളും കൂടുതൽ അവർക്ക് അനുഭവങ്ങൾ വന്നിട്ടുണ്ടാവും. അതിന്റെ പശ്ചാത്തലത്തിലായിരിക്കും അവരെന്തെങ്കിലും നമ്മളോട് പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല നമുക്കത് കേൾക്കുമ്പോൾ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? കൃഷ്ണ എനിക്ക് എന്താണെന്ന് അറിയില്ല, എൻ്റെ അഹങ്കാരം കൊണ്ടാണോന്ന് അറിയില്ല, എനിക്ക് എൻ്റെ ഗുരു പറഞ്ഞത് അങ്ങോട്ട് എനിക്ക് തൃപ്തി തോന്നുന്നില്ല, എൻ്റെ തെറ്റാണ് എന്നെ തിരുത്തിക്കോളും. അല്ല ഇനി ഗുരു തെറ്റാണെന്ന് അങ്ങേക്ക് തോന്നുകയാണെങ്കിൽ ഗുരുവിന് സൽബുദ്ധി കൊടുക്കും, നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. അവർക്ക് മിസ്റ്റേക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാതെ അവർക്കും മിസ്റ്റേക്ക് പറ്റാം. പക്ഷെ അത് തിരുത്താനുള്ള അധികാരം നമുക്കുണ്ടോ? ആർക്കുള്ളത്? അവരുടെ മേലുള്ള ഗുരുക്കന്മാർക്കും ഭഗവാനും. അതിന് നമ്മൾ പറഞ്ഞു കൊടുക്കണോ? നമ്മൾ എന്ത് ചെയ്യണം? കൃഷ്ണ ഇങ്ങനെ പ്രാർത്ഥിക്കാം, എൻ്റെ ഗുരുവിന് വേണ്ടും ആ ഗുരുവിന് നന്മയുണ്ടാവണം അല്ലെ, അവരെന്നെ നേർവഴിക്ക് നയിക്കണം, എൻ്റെ തെറ്റാണ് എന്നെയും നേർവഴിക്ക് നയിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വക പരിപാടികളൊന്നും പോവാതെ നാമം ജപിച്ചാൽ മാത്രമേ ഭഗവാന്റെ ലോകത്ത് പോകാൻ പറ്റില്ല. ഇത് ഇരിക്കണ ക്ലാസ് എടുക്കണ എനിക്കാണെങ്കിലും എൻ്റെ ഗുരുക്കന്മാരനുസരിച്ചാൽ തന്നെ അവിടെ ഞാൻ തെറ്റിച്ച ഇവിടെ എന്തോരം ക്ലാസ് എടുത്താലും കാര്യമില്ല അല്ലേ. അവിടെ മൈനസ് മാർക്ക് വന്നാൽ നമുക്ക് ഗോലോകത്തെ എൻട്രി കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മുകളിലുള്ള ഗുരുക്കന്മാര് പറഞ്ഞാൽ അവർ തെറ്റ് പറഞ്ഞാലും അവിടെ ഒരു മറുപടിയും വരാണ്ട് ശരി ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അനുസരിക്കുക. ഇവിടുന്ന് താഴോട്ട് വരുന്നതും അങ്ങനെ അനുസരിക്കുക. അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവിടെ ഈശ്വരൻ ഉണ്ടാവും നമ്മുടെ കൂടെ. എന്താണ്? നമ്മുടെ അച്ഛനും അമ്മയും ഗുരുക്കന്മാര് ഭർത്താവൊക്കെ പറഞ്ഞത് കേട്ടിട്ട് അഥവാ മിസ്റ്റേക്ക് ആണെങ്കിലും അവിടെ ഭഗവാൻ നമ്മളെ രക്ഷപ്പെടുത്തും. അത് നമ്മൾ ഒരു കഥ കേട്ടിട്ടുണ്ടാവും. എന്തിനാ വെച്ചാൽ നമുക്ക് ഈ വിതുരരുടെ കഥ, എന്നാലും വിതുരര് പോലും ഇങ്ങോട്ട് താഴോട്ട് വന്നില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയണത്. വിതുരര് പോലും മഹാഭക്തനായിട്ടുള്ള യമധർമ്മൻ പോലും താഴോട്ട് ഭൂമിയിൽ വരേണ്ടി വന്നു ഈ നിസ്സാര ശാപം കാരണം. അപ്പൊ നമുക്കും ഇങ്ങനെയുള്ള എല്ലാ അബദ്ധങ്ങളും പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇഷ്ടം പോലെ അവർക്ക് ഒരു മിസ്റ്റേക്കേ പറ്റിയിട്ടുള്ളൂ, നമുക്ക് ഇഷ്ടം പോലെ പറ്റും അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്താണ് ശരി, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നമ്മൾ കുറെ വായിച്ചു, കുറെ കാര്യം ചെയ്തു, കുറെ ജ്ഞാനം ഉണ്ടായി, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുമോ?
ഇല്ല. അപ്പൊ നമ്മൾ എന്താണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത്? നമ്മളെ ഭഗവാൻ എങ്ങോട്ട് കൊണ്ടുവന്നു? എന്തോ ഭാഗ്യം കൊണ്ട് അല്ലെ, എന്താണ് ഗുരു കൃഷ്ണ പ്രസാദേപ്പായ ഭക്തി ലതാബീജ അല്ലെ, ഭക്തന്മാരുടെ സംഘത്തിൽ കൊണ്ടുവന്നു. ഇനി എന്തോ ആയിക്കോട്ടെ, ആ ഭക്തന്മാർ എന്താണോ പറയണത് അത് പരമാവധി അനുസരിക്കുക. ഇനി പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? മാതാജി അല്ലെങ്കിൽ പ്രഭു, എനിക്ക് ഇന്ന കാരണം കൊണ്ട് ഇത് പറ്റില്ല കേട്ടോ, അത് വളരെ വിനയത്തോടെ പറയാം. ഞാൻ പറയാം അടുത്ത ആഴ്ച നിങ്ങൾക്കൊരു കല്യാണമാണ്, പക്ഷെ എനിക്ക് വരാൻ പറ്റും, നിങ്ങൾക്ക് വരാൻ പറ്റും, ഞാൻ പറഞ്ഞു വരണം, പക്ഷെ മാതാജി പറഞ്ഞൊരു കല്യാണമാണ്. അപ്പൊ എന്ത് സംഭവിക്കും? പറയാം മാതാജി ഒരു കല്യാണമാണ്, പ്ലീസ് ഞാൻ വരില്ല കേട്ടോ, കഴിഞ്ഞു. അതെ, ഇവർക്കത് പറയുന്നുണ്ടോ? ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല അല്ലെ. കാരണം ആ വിനയം നമ്മൾ കട്ട് ചെയ്തിട്ട് ഒന്നും സംസാരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് ഭഗവാൻ അറിയാം, അത് വിനയത്തോടെ പറയുമ്പോൾ ഗുരുവിനും മനസ്സിലാവും. പക്ഷെ പറയേണ്ട രീതി ഉണ്ട് അല്ലെ, ആ രീതിയിൽ വേണം സംസാരിക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ ഈ ജന്മം കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും ഭരത ചക്രവർത്തിക്ക് പോലും താഴോട്ട് വരേണ്ടി വന്നു, മാനായിട്ട് വീണ്ടും ജനിക്കേണ്ടി വന്നു. നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മള് മുകളിൽ നിന്ന് താഴോട്ടാണ് എപ്പോഴും എന്തുണ്ടാവുക? ജ്ഞാനം, അനുഗ്രഹം, ഇതൊക്കെ എവിടെന്നാ വരിക? എല്ലാവരും ബുദ്ധിപൂർവ്വം പറയൂ, എവിടെന്നാ വരിക അനുഗ്രഹം? മുകളിൽ നിന്ന് താഴെ, താഴേന്ന് മുകളിലേക്ക് അനുഗ്രഹം പോയ ചരിത്രം ഉണ്ടാ? മക്കൾ എത്ര ഉയർന്നാലും IAS ഉദ്യോഗസ്ഥനാണെങ്കിലും അമ്മയുടെ അച്ഛൻ്റെയും കാലാണ് ആര് പിടിക്കേണ്ടത്? ഈ കളക്ടർ പിടിക്കേണ്ടത്. അച്ഛനമ്മയും കളക്ടറുടെ കാല് പിടിക്കോ? ഒരിക്കലും. അച്ഛനമ്മ ചിലപ്പോ എന്താണ് 10ാം ക്ലാസ് തോറ്റുണ്ടാവും, പക്ഷെ ഈ രീതി വിജയിക്കുള്ളൂ അല്ലെ. ശാശ്വതമായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ടുള്ള അനുഗ്രഹം നമ്മൾ സ്വീകരിക്കണം. താഴോട്ടുനിന്ന് മുകളിലേക്ക് അനുഗ്രഹവും ഇല്ല, നിർദ്ദേശങ്ങളും ഇല്ല. നിർദ്ദേശങ്ങളും പോകാൻ പാടില്ല അല്ലെ, ഒന്നും പോകാൻ പാടില്ല. അത് ചിലപ്പോൾ നല്ല ഭക്തരായിരിക്കും. ഈവൻ രാധാറാണി തന്നെ ഭൂമിയിൽ ചിലപ്പോൾ വന്ന് ജനിക്കും, പക്ഷെ രാധാറാണി എന്ത് ചെയ്യും? രാധാറാണി ഏറ്റവും ടോപ്പ് ഭക്ത, എല്ലാവർക്കും അറിയാലോ. രാധാറാണിയാണ് കൃഷ്ണന്റെ ഫസ്റ്റ്. അത് രാധാറാണിന്റെ താഴെ ഭക്തരേ ഉള്ളൂ. പക്ഷെ രാധാറാണി ഗദാധര പണ്ഡിറ്റായി വന്നപ്പോ വൃഷഭാനുവിൽ നിന്നാണ് ദീക്ഷ സ്വീകരിച്ചത്. വൃഷഭാനു പറഞ്ഞു കഴിഞ്ഞാൽ വൃഷഭാനുവിന്റെ അവതാരമായ പുണ്ഡരീക വിദ്യാനിധി. പുണ്ഡരീക വിദ്യാനിധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗദാധര പണ്ഡിറ്റ്, അത് ഞാൻ പറഞ്ഞുതരാം. അതും കൂടെ പറഞ്ഞത് നമുക്ക് മനസ്സിലാവും. അതൊക്കെ ഈ ചൈതന്യ ചരിതാമൃതത്തിലെ കഥകളാണ്. രാധാറാണി ഗദാധര പണ്ഡിതനായി ജനിച്ചു. വൃഷഭാനു രാധാറാണിയുടെ അച്ഛൻ കീർത്തിധര ഭർത്താവ് പുണ്ഡരീക വിദ്യാനിധിയിൽ ജനിച്ചു. പുണ്ഡരീക വിദ്യാനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പണക്കാരനായിരുന്നു. ഒരു ഭക്തനാണെന്ന് തോന്നില്ല കണ്ടെങ്കിൽ. അതുപോലത്തെ ഡ്രസ്സിങ്, സിൽക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുക. മൂപ്പരെ വലിയ അതാണ് അദ്ദേഹം. പക്ഷെ ഭയങ്കര ഭക്തൻ, അത് ആർക്കും അറിയില്ല, അത് ഉള്ളിലുള്ള ഭക്തിയാണ്. അപ്പൊ രാധാറാണി ഗദാധര പണ്ഡിറ്റിന്റെ അടുത്ത് വന്നു. ഗദാധര പണ്ഡിറ്റും മുകുന്ദദത്ത എന്നുള്ള ഭക്തനും കൂടിയിട്ട് ഈ പുണ്ഡരീക വിദ്യാനിധിനെ കാണാൻ പോവാണ്. അപ്പോൾ ഗദാധര പണ്ഡിറ്റിനോട് മുകുന്ദദത്തൻ പറയാണ്, ഞാനൊരു നല്ല ഭക്തനെ കാണിച്ചു തരാം, വരൂ എൻ്റെ കൂടെ പറയും. അപ്പൊ ഗദാധര പണ്ഡിറ്റിന് കാണാൻ ഉത്സാഹമായിട്ട് പോവാണ്. പോയിട്ട് കണ്ടത് ഇദ്ദേഹത്തിനാണ് പുണ്ഡരീക വിദ്യാനിധി. ഗദാധര പണ്ഡിറ്റ് പിടിച്ചേ ഇല്ല. ഒരു വലിയ സിൽക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വലിയ ഇതിന്റെ പരവതാനിയൊക്കെ വിരിച്ചിട്ട് അതിന്റെ മുകളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ വരും ഇരിക്കും എന്നൊക്കെ പറഞ്ഞാൽ വലിയ ധനത്തിന്റെ ഇത് കണ്ടപ്പോ തന്നെ ഗദാധര പണ്ഡിറ്റ് പറഞ്ഞു, ഇത് ഭക്തനൊന്നും അല്ല, താങ്കൾ ഇവിടേക്കാണ് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് വെച്ചു ഗദാധര പണ്ഡിതൻ. ഗദാധര പണ്ഡിതൻ രാധാറാണിയെന്ന് ഓർക്കണ്ട, രാധാറാണിയുടെ അവതാരമാണ്. ജയ ശ്രീകൃഷ്ണ പഞ്ചതത്വത്തിൽ ഒരാളാണ്. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര. അപ്പൊ ഇവൻ രാധാറാണി ആണെങ്കിലും ആ പരമ്പരേനെ കട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആ പറഞ്ഞതിനർത്ഥം. ഈ പറഞ്ഞു വരുന്ന കഥ നമ്മൾ വലിയ ഭക്തരായിരിക്കും, എന്നാലും നമ്മുടെ ഗുരുക്കന്മാരുടെ മുമ്പിൽ നമ്മൾ വളരെ വിനയവും വിഡ്ഢികളായിട്ട് അഭിനയിക്കണം. അഭിനയമാണെങ്കിൽ ഇനി അഥവാ അറിവുണ്ടെങ്കിലും എനിക്കൊന്നും അറിയില്ല എന്നുള്ള പോലെ അഭിനയിക്കാൻ പഠിച്ചാലേ നമ്മൾ വലിയ ഭക്തരാവുള്ളൂ. അപ്പോൾ ഇവിടെ പുണ്ഡരീക വിദ്യാനിധിനെ കണ്ടപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ട് മുകുന്ദദത്തോട് പറഞ്ഞു. അപ്പൊ മുകുന്ദദത്ത പറഞ്ഞു, ഈ ഭാഗവത്തിലെ ഒരു ശ്ലോകം ചൊല്ലാൻ പറയും, തവ കഥാമൃതം തപ്ത ജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാദദം ഭുവി ഗൃണന്തി യേ ഭൂരിദാ ജനാ. ഗോപിയമാര് വിരഹത്തിൽ പാടുന്ന പാട്ടാണ്. ഈ പാട്ടൊന്ന് പാടാൻ പറയും ഇവിടെ വെച്ചിട്ട്. അപ്പൊ ഗദാധര പണ്ഡിറ്റ് അത് പാടി ഉടനെ കൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ സ്വഭാവം മാറി. അദ്ദേഹത്തിന് ഭഗവാൻ ഓർമ്മ വന്നപ്പോ ഡ്രസ്സൊക്കെ പറിച്ചു കീറി, തലോണയൊക്കെ പറിച്ചു കീറി, ആള് എക്സ്ട്രസിൽ കരയലും ഉരുളലും കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ച് കരയാൻ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായി ഇതാരാണെന്ന് അല്ലെ, സാധാരണ വ്യക്തിയല്ല, അപരാധം ചെയ്തു പോയി എന്ന് മനസ്സിലായി. അപ്പോ വേഗം ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് ചെന്നിട്ട് ഗദാധര പണ്ഡിറ്റ് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യാ, ഞാൻ അപരാധം ചെയ്തു പോയി, അദ്ദേഹത്തിന്റെ ശിഷ്യനായാൽ മതി. ഗുരു അല്ലെ അദ്ദേഹത്തിൽ നിന്ന് ദീക്ഷ വാങ്ങിക്കാൻ പറയും. പുണ്ഡരീക വിദ്യാർത്ഥിയിൽ നിന്ന് ആര്? സാക്ഷാൽ രാധാറാണി. ഭഗവാനും രാധാറാണി ഒന്നാണ്. അതായത് ഒരു ആത്മാവ് രണ്ടായി പിളർന്നാണ് ആര്? കൃഷ്ണനും രാധയും.
അതാണ് കൃഷ്ണ ഭഗവാൻ രാധ ഇത്ര ഇഷ്ടം. അത് പെൺകുട്ടികളോടുള്ള ഇഷ്ടം കൊണ്ടല്ല, താൻ തന്നെയാണ് രാധ. അപ്പൊ തന്നെ അവരൊരു ഇഷ്ടപ്പെടില്ലേ? നമ്മളെ ഇഷ്ടപ്പെടാതിരിക്കില്ലല്ലോ അല്ലെ? അതുകൊണ്ടാണ് രാധേനെ ഇഷ്ടപ്പെടുന്നത്. അത് കൃഷ്ണൻ തന്നെ ആയതുകൊണ്ടാണ്. ബാക്കിയുള്ളവര് ഭഗവാനല്ല ഇഷ്ടം, ബാക്കിയുള്ളവർക്ക് ഭഗവാനെയാണ് ഇഷ്ടം. ഗോപിമാർക്കൊക്കെ ഭഗവാനെ പ്രണയമാണ്, കൃഷ്ണന് തന്നെയാണ് പ്രണയം. കൃഷ്ണന് വേറെ ആരെയും പ്രേമില്ല. കാരണം അദ്ദേഹം എന്താണ്? സമ്പൂർണനാണ്. ഓടുന്ന സ്നേഹവും വേണ്ട, പ്രേമവും വേണ്ട. പിന്നെന്താ രാധയുടെ പിന്നാലെ പോണ്? രാധ കൃഷ്ണൻ തന്നെ ആയതുകൊണ്ടാണ്. അവനവനെ തന്നെയാണ് അദ്ദേഹത്തിന് തൃപ്തി അല്ലെ? അവനവനെ തന്നെ. അങ്ങനത്തെ രാധ ഇവിടെ വന്നപ്പോ ആരെ കാല് പിടിക്കേണ്ടി വന്നു? പുണ്ടരീക നിത്യതിനെ കാല് പിടിക്കണം. അപ്പൊ ഇനി നമ്മൾ കുറച്ചുകൂടെ എന്താ വെച്ചാൽ ഇതൊക്കെ പറയാൻ, നമുക്ക് ലീഡേഴ്സ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ ശ്രദ്ധയോടെ പോകാനായിട്ട് ഓരോ നാമമായിട്ടുള്ള പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മുകളിൽ നിന്നുള്ളത് നന്നായി അനുസരിക്കുക, താഴേന്നും അങ്ങനെ അനുസരിച്ച് നല്ല സ്വസ്ഥമായി സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ പോകണം. അപ്പം നമുക്ക് കൃഷ്ണന്റെ മേഴ്സി താഴോട്ട് ഇങ്ങനെ അനുഗ്രഹം ഇങ്ങനെ വരും അല്ലേ? നമ്മളൊന്നും അറിയണ്ട, മിണ്ടാണ്ട് സേവ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ പിടിച്ചു വെച്ച് കൊണ്ടുപോകും. നമ്മൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അതെന്താണെന്നൊന്നും ചോദിക്കേണ്ട. പരിശുദ്ധ ഭക്തന്റെ ലക്ഷണം എന്താണ്? സംസാരമില്ല, സേവ മാത്രം. ഹരേ കൃഷ്ണ, സേവ അല്ലെ? എല്ലാം അറിഞ്ഞു മനസ്സിലായി കാര്യങ്ങൾ. ഇനി ഒന്നും പറയാനില്ല അല്ലെ? എനിക്കിത് സേവ ചെയ്യാൻ അടിച്ചു പോയാൽ എന്തെങ്കിലും പറയാൻ ഒന്നും പറയാനില്ല. സേവ ഇതാണ് പരിശുദ്ധ ഭക്തന്റെ ലക്ഷണം. നമുക്കും അങ്ങനെയാണ് ആവേണ്ടത്. ഒന്നും പറയാനില്ല. എന്താണ്? കൃഷ്ണന്റെ സേവ എനിക്ക് മാതാജി പ്രഭു തന്നു, ഞങ്ങൾ ചെയ്യും. എന്തെങ്കിലും പറയണോ? ഒന്നും പറയില്ല. കൃഷ്ണ എന്ന് മാത്രമേ പറയുള്ളൂ എന്ന് പറയണ ആ ഒരു ലെവലിൽ നമ്മൾ എത്തുമ്പോൾ ഡയറക്റ്റ് അവരിനെ ഈ പരമ്പര പിടിച്ചു വലിച്ച് ഗോലോകത്ത് കൊണ്ട് ഒരു പണി എടുക്കേണ്ട. നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ തുടങ്ങിയ പണി കുറച്ച് കൂടും അല്ലേ? നമ്മൾ സ്വയം അത് വിമർശിച്ച് ഇത് വിമർശിച്ച് അവരെ കുറ്റം പറഞ്ഞ് അപ്പുറത്ത് കുറ്റം പറഞ്ഞ് ഇപ്പുറത്ത് കുറ്റം പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ പണിയെടുക്കണം. ജന്മാന്തരങ്ങളോളം വന്ന് ജനിച്ച് കഷ്ടപ്പെടണം നമുക്ക് ഇവിടെ. ഇതിപ്പോ നിങ്ങൾക്ക് ഒരു പണിയെടുക്കണ്ട. മാതാജി പാത്രം കഴുകാൻ പറഞ്ഞു, ആ പാത്രം കഴുകി സന്തോഷത്തോടെ പാത്രം കഴുകി. ഒന്നും ആരോടൊന്നും പറയാനില്ല. ഈ പാത്രം കഴുകിയ ഭാഗത്ത് ഒരു ക്വാളിറ്റിയും ഇല്ല. പക്ഷെ ഇങ്ങോട്ട് പോയി സുഖമായ ഗോലോകത്തേക്ക് അവർക്കൊരു തടസ്സമില്ല പോവാൻ അല്ലെ? ഞാൻ അധികമായിട്ട് വിമർശിക്കാൻ തുടങ്ങും അല്ലെ? അപ്പോഴാണ് നമുക്ക് കുഴപ്പമുണ്ടാവുക. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെയുള്ളൊക്കെ ഞങ്ങൾക്കും കുറച്ച് കിട്ടി ഇൻസ്ട്രക്ഷൻസ് അല്ലെ, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അതാണ് ഞാനിവിടെ പറയുന്നത്. കാരണം അപ്പൊ ഹരേ കൃഷ്ണ, നമുക്ക് വിദുരരുടെ ക്വസ്റ്റ്യനിലേക്ക് പോവേം കഴിക്കാട്ടോ. പേടിക്കണ്ട. വിദുരര് അപ്പൊ ഇവിടെ ഭക്തോത്തമനായ വിദുരൻ സമ്പൽ സമൃദ്ധമായിട്ടുള്ള ആ രാജകൊട്ടാരം ഉപേക്ഷിച്ച് പോവുകയാണ്. എന്താ കാരണം? കാരണം അതിന് ദുര്യോധനൻ അല്ലെ? അതായത് വിദുര മഹാരാജാവ് ഗൃഹം ഉപേക്ഷിച്ച കാര്യം, പിന്നെ വിദുരരും മൈത്രേയരും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായ സംഭാഷണം, ഇത് പരിശുദ്ധ മഹാരാജാവ് ചോദിക്കുകയാണ്. ശുഗ മഹർഷിയോട് പരിശുദ്ധ മഹാരാജാവ് എന്താ ചോദിക്കുന്നത്? വിദുരര് ഇറങ്ങി പോകാണ്ടായ കാരണം എന്താണ്? വിദുരര് മൈത്രേയ മുനിയെ കണ്ടപ്പോൾ ഉണ്ടായ എന്തൊക്കെയാണ് സംവാദം ഉണ്ടായി? ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരൂ ശുഗ മഹർഷി എന്ന് പറയാണ്. അപ്പൊ ശുഗ മഹർഷിക്ക് തൃപ്തിയായി പരിശുദ്ധന്റെ ചോദ്യം കേട്ടിട്ട്. അപ്പൊ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ? ശുഗ മഹർഷി പരിശുദ്ധ മഹാരാജാവിൽ അതീവ സന്തുഷ്ടനായിക്കൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് ആരംഭിച്ചു. അപ്പൊ നമ്മൾ വിനയത്തോടെ ചോദിക്കുമ്പോൾ ഗുരുക്കന്മാർക്ക് സംതൃപ്തി ഉണ്ടാവും. അല്ല ഇതെന്താ കാര്യം എനിക്ക് പറഞ്ഞു, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുക്കന്മാര് നമ്മൾ വിചാരിക്കുന്ന ഭൗതിക ലോകത്തിലെ രീതിയല്ല, ആധ്യാത്മികമായ രീതി. ആധ്യാത്മിക രീതി പറയുമ്പോൾ വളരെ വിനയത്തോടെയാണ് ചോദിക്കാം. അങ്ങനെ വിശദീകരിക്കാൻ പോകണം. അപ്പൊ ധൃതരാഷ്ട്ര രാജാവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? അധർമ്മികളായിട്ടുള്ള സ്വന്തം പുത്രന്മാർക്ക് വേണ്ടിയിട്ട് എല്ലാ കുതന്ത്രവും മെനഞ്ഞുകൊണ്ടിരിക്കണ ആര്? ധൃതരാഷ്ട്ര മഹാരാജാവ് അല്ലെ? തന്റെ സഹോദരന്റെ പിതാവില്ലാത്ത പുത്രന്മാരായ പാണ്ഡവരെ ദഹിപ്പിക്കാനായിട്ട് അരക്കില്ലത്തിന് തീ കൊടുത്തു. നോക്ക്, അദ്ദേഹമാണ് സംരക്ഷിക്കേണ്ട ആൾ എന്ത് ചെയ്യണം? പാണ്ഡുവില്ല, അനിയൻ മരിച്ചിരിക്കുകയാണ് അല്ലെ? ആ കുട്ടികളെ രക്ഷിക്കല് ചെയ്യാ വല്യച്ഛനായിട്ടുള്ള ആളെന്താ ചെയ്യണം? എങ്ങനെയെങ്കിലും ഇവരും കൂടെ മരിച്ചു പോയാൽ ഒക്കെ എന്റെ മക്കൾക്ക് ആ വിചാരം അല്ലെ? ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്തു, അത് ദുശാസന ചെയ്യണത്. അപ്പോഴും അദ്ദേഹം ഒന്നും വേണ്ടിയില്ല. ധൃതരാഷ്ട്ര രാജാവ് അത് ചെയ്യല്ലേ, അത് പാടില്ല എന്ന് പറയണ്ടേ? അത് പറഞ്ഞില്ല. ശത്രുക്കളില്ലാതിരുന്ന യുധിഷ്ഠിരൻ, ജന്മനാ ശത്രുക്കളില്ല പറഞ്ഞ യുധിഷ്ഠിര സ്വഭാവം അങ്ങനെയാണ് അല്ലെ? നമുക്കൊക്കെ പിന്നെ ഈ ശത്രുക്കൾ ഉണ്ടാവും നമ്മുടെ സംസാരക്കാരൻ. പക്ഷേ ഈ യുധിഷ്ഠിര മഹാരാജാവ് അങ്ങനെയല്ല, എല്ലാത്തിലും നന്മ കാണുന്ന ഒരാളാണ് അല്ലെ? കല്ലിലും പുല്ലിലും ശത്രുവിലും ദുര്യോധന പോലും നല്ലത് കാണുന്ന ആളാണ് ഈ യുധിഷ്ഠിരൻ. അപ്പൊ അദ്ദേഹത്തിനെ ചൂതുകളിലേക്ക് വിളിച്ചിട്ട്, കള്ള ചൂതുകളി കളിച്ചിട്ട് യുധിഷ്ഠിര മഹാരാജാവിനെ തോൽപ്പിച്ച് ഇവര് വനവാസത്തിലേക്ക് പറഞ്ഞു വെച്ചു. അങ്ങനെ വനവാസത്തിലേക്ക് ഇരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചവർ വന്നു. 12 വർഷം വനവാസം കഴിഞ്ഞു. 13ാമത്തെ വർഷം അജ്ഞാതവാസം കഴിഞ്ഞ് അവര് തിരിച്ചു വന്നു. ഈ തിരിച്ചു വന്നിട്ട് ഇവര് വാക്ക് പാലിച്ചില്ല. രാജ്യം കൊടുക്കാൻ തിരിച്ചു വന്നാൽ പകുതി തരാന്ന് പറഞ്ഞു. കൊടുത്തോ? അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. യുദ്ധം ശരിക്കും ഉണ്ടാക്കിയത് പാണ്ഡവരാണോ? അല്ല, കൗരവരാണ് ഉണ്ടാക്കിയത് അല്ലെ? പകുതി കൊടുത്തില്ല. അപ്പൊ കൃഷ്ണ ഭഗവാൻ ശാന്തിദൂതായിട്ട് വന്നു.
ഇപ്പൊ കൃഷ്ണ ഭഗവാൻ പറഞ്ഞു അല്ലെ, ഇവർക്ക് പകുതി കൊടുക്കൂ. കൃഷ്ണ ഭഗവാൻ പറഞ്ഞത് അവർ കേട്ടില്ല. അപ്പൊ അവസാനം പറഞ്ഞു 5 ഗ്രാമങ്ങളെങ്കിലും ഇവർക്ക് 5 പേർക്ക് ആയിട്ട് ഭരിക്കുക. കാരണം അവർ ക്ഷത്രിയരാണ്. അന്നത്തെ കാലത്ത് ധർമ്മം വിട്ടൊരു പണി ആരും ചെയ്യില്ല. നമ്മൾ പറയുമ്പോൾ ജീവിക്കാൻ എന്ത് ജോലിയും ചെയ്യുന്നു. കാരണം നമ്മൾ കലിയുഗത്തിൽ എല്ലാവരും ശൂദ്രരാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന ഒരു ധർമ്മം ചെയ്യാൻ അറിയില്ല. പക്ഷെ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല. ബ്രാഹ്മണര് എന്താ ചെയ്യുക, ഈശ്വരനെ പൂജിക്കലും കഥ പറഞ്ഞു കൊടുക്കലും മാത്രമേ ചെയ്യുള്ളൂ. അവര് പട്ടിണി ആകുമ്പോൾ പട്ടിണി കിടക്കും, ഈശ്വരന്റെ വിധി വിട്ട്. പൈസ ഉണ്ടാക്കാൻ വേണ്ടി വേറൊരു ജോലി ചെയ്യില്ല. ഇന്ന് പട്ടിണിയാണെങ്കിൽ എന്റെ കൃഷ്ണൻ അതാണ് വിധിച്ചേ പറഞ്ഞ് പട്ടിണി കിടക്കും. ക്ഷത്രിയര് രാജ്യഭരണമാണ്, അവർക്ക് അതല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ ഇവിടെ ക്ഷത്രിയരാണ്, ഇവർക്ക് രാജ്യം ഭരിച്ചിട്ട് അല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവർക്ക് 5 ഗ്രാമങ്ങളെങ്കിലും കൊടുക്കാൻ പറഞ്ഞു, ഇവരുടെ ധർമ്മം നിറവേറ്റി ജീവിക്കാൻ വേണ്ടി. പക്ഷെ അതും തരില്ല പറഞ്ഞു. അവസാനം ദുര്യോധനൻ എന്താ പറഞ്ഞ, സൂചി കുത്താനുള്ള ഇത് കൊടുക്കില്ല, സ്ഥലം കൊടുക്കില്ല. സൂചി വീണ എത്ര ഉണ്ടാവും സ്ഥലം, അതുപോലെ ഞാൻ കൊടുക്കില്ല. ഇത് ദുർവാശിയല്ലേ അല്ലെ, ഇത് ദുർവാശിയാണ്. അപ്പൊ നമ്മള് പാണ്ഡവർ, നിങ്ങളെ ഭഗവത്ഗീത യുദ്ധമല്ലേ ചെയ്യണമെന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇങ്ങനെ വാശി പിടിച്ച എന്താ ചെയ്യല്ലേ, അവർക്ക് ജീവിക്കണ്ടേ. അപ്പൊ നിവൃത്തിയില്ലാണ്ട് വരുമ്പോ നമുക്ക് സംസാരിക്കേണ്ടി വരും. അതാണ് ഇത് കാണിച്ചത്. അപ്പൊ അങ്ങനെ നിവൃത്തിയില്ലാണ്ട് വന്നപ്പോ ഇവര് യുദ്ധത്തിന്, ഭഗവാൻ തന്നെ യുദ്ധത്തിന് ഡേറ്റ് കുറിക്കേണ്ടി വന്നു. അപ്പൊ വിദുരനെ വിളിച്ചിട്ട് അഭിപ്രായം ചോദിക്കുകയാണ്. ആര്? ധൃതരാഷ്ട്രത്തെ. എല്ലാ പരിപാടിയും കഴിഞ്ഞു, ചെയ്യേണ്ടൊക്കെ വൃത്തികേടുകൾ ധൃതരാഷ്ട്രം ചെയ്തതിന് ശേഷം വിദുരരെ വിളിച്ചു, അങ്ങയുടെ അഭിപ്രായം പറയാൻ. അപ്പൊ വിദുരര് പറഞ്ഞു, ഇത് തെറ്റാണ്, അധർമ്മമാണ്. പാണ്ഡവരിൽ മൂത്തവനായിട്ടുള്ള യുധിഷ്ഠിരനാണ് രാജ്യം ഭരിക്കേണ്ടത്. യുധിഷ്ഠിരന് രാജ്യം കൊടുക്കൂ എന്ന് പറഞ്ഞു. അത് അനുസരിച്ചോ? അനുസരിച്ചില്ല. പിന്നെ പറഞ്ഞു, പാണ്ഡവരെ കൂടെ നിൽക്കുന്നത് സാക്ഷാൽ ധർമ്മപിതാവായിട്ടുള്ള കൃഷ്ണ ഭഗവാനാണ്. കൗരവര് കംപ്ലീറ്റ് നശിച്ചു പോവും, അങ്ങ് ഈ അധർമ്മത്തിന് കൂട്ടു നിൽക്കരുതെന്ന് പറഞ്ഞു. അതും സമ്മതിച്ചില്ല. അവസാനം കൂടുതൽ വിദുരര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇടയിൽ കയറി ആര് വന്നു? ദുര്യോധനനും ദുശാസനൊക്കെ കയറി വന്നു. ഈ ദാസിപുത്രനായ നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം, ഇറങ്ങി പോകാൻ പറഞ്ഞു ഞങ്ങൾ കൊട്ടാരത്തിന്. മനസ്സിലായ? ചെറിയച്ഛനാണ് കേട്ടാ പറയുന്നത്, ചെറിയച്ഛനെയാണ് പറയുന്നത്. ദുര്യോധന്റെ ചെറിയച്ഛനല്ലേ വരിക. ദാസിപുത്രനായ നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം, ഇറങ്ങിപ്പോകാൻ പറയും. ഒട്ടും ആൾ വിഷമിച്ചില്ല. ഇതെന്റെ ഭഗവാന്റെ നിശ്ചയാന്ന് പറഞ്ഞിട്ട് സുഖമായിട്ട് വിദുരര് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം തീർത്ഥയാത്ര നടത്തുകയാണ് ഓരോ സ്ഥലങ്ങളിൽ. പിന്നെ എല്ലാം കഴിഞ്ഞ് അവസാനമാണ് തിരിച്ചു വരുള്ളൂ. അതും വരണത് കൊട്ടാരത്തിലേക്കല്ല, ധൃതരാഷ്ട്ര കൊണ്ടുപോകാൻ വേണ്ടി വരികയാണ്. വീണ്ടും ഭൗതികതയിൽ കിടക്കുന്ന ചേട്ടനെ രക്ഷപ്പെടുത്താനാണ് വിദുരര് വരുന്നത് അല്ലെ. അപ്പൊ വിദുരര് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് വിദുരർ പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ. അജാതശത്രുവായ രാജ്യത്തിന്റെ അനന്തരാവകാശിയായ യുധിഷ്ഠിരന് നിയമാനുസൃതമായി അവകാശപ്പെട്ട ഓഹരി നീ തിരിച്ചു നൽകണം. കൃഷ്ണൻ പാണ്ഡവരുടെ ഒപ്പാണ്, ലോകത്തിലെ മുഴുവൻ രാജാക്കന്മാരും കൃഷ്ണന്റെ ഒപ്പാണ്. അതുകൊണ്ട് നീ അല്ലേ, നീ ദുര്യോധനന് കൂട്ടു നിൽക്കരുതെന്ന് പറയും. ഭഗവാൻ ശ്രീകൃഷ്ണനോട് വെറുപ്പുള്ളവനാണ് ദുര്യോധനൻ അല്ലെ. അതായത് മക്കളെ കൊണ്ട് നമ്മുടെ ഉപകാരം എന്താ? ശരിക്കും ഒരു അച്ഛനും അമ്മയും നമ്മൾ കൃഷ്ണബോധത്തിൽ വന്നിട്ടില്ല എന്ന് വിചാരിക്കുക. സാധാരണ എല്ലാവരും മക്കള് നമുക്ക് അച്ഛനമ്മമാർക്ക് മുക്തി തരും അല്ലെ. നമ്മുടെ പുത്രനാണ് അച്ഛനമ്മമാർക്ക് വേണ്ടി പിണ്ടക്രിയ, വിഷ്ണു ആരാധനയിലൂടെ പിണ്ടക്രിയ ചെയ്തിട്ട് അച്ഛനും അമ്മയ്ക്ക് മുക്തി കൊടുക്കുന്ന ആരാണ്? മക്കളാണ്. അപ്പോ വിഷ്ണു വിരോധിയാണ് നിന്റെ മകൻ, കൃഷ്ണന്റെ വിരോധിയാണ് ദുര്യോധനൻ. അത് നിനക്ക് ഉപകാരം ഉണ്ടാവില്ല പറയണ. വിഷ്ണുവിന് വിരോധിയുള്ള ആള് പിണ്ടക്രിയ ചെയ്യോ? വിഷ്ണുവിനെ പ്രാർത്ഥിച്ച് സമർപ്പിച്ച് പിണ്ടക്രിയ ചെയ്യണ്ടേ? അത് ചെയ്യോ? ദുര്യോധനൻ ചെയ്യില്ലല്ലോ. കാരണം എന്താ? ദുര്യോധനൻ വിഷ്ണു വിരോധിയാണ് അല്ലെ. അപ്പോ കൃഷ്ണന്റെ വിരോധിയായിട്ടുള്ള മകനെ ന്യായീകരിക്കുന്ന വഴി നിങ്ങളുടെ എല്ലാ നന്മകളും നശിച്ചിരിക്കുന്നു പറയണം. ഒരു കൃഷ്ണന്റെ വിരോധിയെ നമ്മള് ന്യായീകരിച്ച് എന്ത് സംഭവിക്കും? നിങ്ങളുടെ എല്ലാ നന്മകളും നശിച്ചു പോകും അല്ലെ. ദൗർഭാഗ്യം ഒഴിവാക്കാനായിട്ട് മൊത്തം കുടുംബത്തിന് വേണ്ടി നന്മകൾ ചെയ്യൂ. നിങ്ങളുടെ കുടുംബത്തിനെ നശിപ്പിക്കുന്ന ഒരു എന്താ പറയാ, ഒരു രോഗം, ഒരു ബാധിച്ചിട്ടുള്ള രോഗമാണ് ദുര്യോധനൻ. നമുക്ക് രോഗം എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും? ഹരേ കൃഷ്ണ മാതാജി വെച്ചിട്ടില്ലല്ലോ മാതാജി, വെച്ചോ. അപ്പോ നിങ്ങളുടെ കുടുംബത്തിന്റെ മൊത്തം നശിപ്പിക്കാനായിട്ട് കയറി വന്നിട്ടുള്ള രോഗമാണ് ആര്? ദുര്യോധനൻ അല്ലെ. രോഗമുള്ള ഒരു അവയവം. നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് രോഗം വന്ന് ഷുഗർ വന്ന് അത് പഴുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ബാക്കി സ്ഥലങ്ങളിലേക്ക് കയറാതിരിക്കാൻ ആ സ്ഥലം കട്ട് ചെയ്ത് കളയണം, മുറിച്ച് കളയണം. ഈ ദുര്യോധനെ കളഞ്ഞില്ലെങ്കിൽ കുടുംബം നശിക്കും. ആര് പറയണം? വിദുരർ പറയണം. അപ്പൊ നമുക്കും കൂടിയുള്ള നിർദ്ദേശങ്ങളാണ് അല്ലെ. ശരിയല്ലാത്തത് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദൗർഭാഗ്യം ഒഴിവാക്കാനായിട്ട് മൊത്തം കുടുംബത്തിന് വേണ്ടി നന്മകൾ ചെയ്യൂ അല്ലെ. ഒരു സൽപുത്രൻ മരണാനന്തരം പിതാവിന്റെ ആത്മാവിനെ സംരക്ഷിക്കാനായിട്ട് വിഷ്ണുപാദങ്ങളിൽ സ്വയം സമർപ്പിക്കുന്നു.
അങ്ങനെ പിതാവിന്റെ ആത്മാവിന് മോചനം ലഭിക്കുന്നു. പക്ഷെ പുത്രൻ വിഷ്ണു വിരോധിയാണെങ്കിൽ എന്ത് സംഭവിക്കും? വിഷ്ണുവിനെ സമർപ്പിക്കില്ലല്ലോ അല്ലേ? കാരണം നാരായണ ഇത് സമർപ്പയാമി, ഇത് പിണ്ടം സമർപ്പയാമി എന്ന് പറഞ്ഞിട്ട് നാരായണ പാദത്തിൽ സമർപ്പിച്ചാലേ ഈ ആത്മാവിന് മുക്തി കിട്ടുള്ളൂ. പക്ഷെ നാരായണനെ സമർപ്പിക്കാത്ത പാർട്ടിയാണ് ദുര്യോധനൻ. അപ്പൊ ദുര്യോധനെ കൊണ്ട് ധൃതരാഷ്ട്രക്ക് വല്ല ഉപകാരമുണ്ടോ? അപ്പൊ അതാണ് പറയണത്, അയാൾക്ക് തന്റെ പിതാവിന്റെ മോചനത്തിന് സാധിക്കില്ല. അതുകൊണ്ട് കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള ശ്രേയസ് കാക്ഷിക്കുന്ന പക്ഷം പുത്രനായ ദുര്യോധനൻ എത്രയും എളുപ്പം കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് അഭികാമ്യം എന്ന് വിദുര ധൃതരാഷ്ട്രരെ ഉപദേശിച്ചു. അപ്പോഴാണ് ഈ സമയത്ത് ദുര്യോധനൻ മുന്നോട്ട് ചാടിയിട്ട് കോപത്താൽ വിറയാർന്ന ശബ്ദത്താൽ അധരങ്ങൾ വക്രിക്കുക എന്ന് പറഞ്ഞാൽ ദേഷ്യം വന്നിട്ടല്ലേ ചുണ്ടൊക്കെ കോടില്ലേ, എന്നിട്ട് പറയാണ്, അപമാനിക്കുകയാണ് വിദുരരെ അല്ലെ. കർണനുണ്ടായിരുന്നു കൂടെ കേട്ടാ. ഈ സമയത്തൊക്കെ കർണൻ കൂടി ഉണ്ടായിരുന്നു. എന്ത് അധർമ്മം നടക്കണോ അതിന് കൂട്ട് ആരുണ്ട്? നമ്മുടെ കർണനുണ്ട്. സ്വന്തം അനുജന്മാര്, പിന്നെ അവരൊരു ശകുനി മാമ ഉണ്ടല്ലോ, സൂപ്പർ ആള് അല്ലെ. ചരിത്രം തന്നെ മാറ്റി എഴുതിയ ആളാണ് ശകുനി മാമ. ശകുനി അയാൾക്കൊപ്പം ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതായത് പാമ്പിന് പാൽ കൊടുത്താൽ അതിന്റെ വിഷത്തിന്റെ വീര്യം വർദ്ധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ വിഡ്ഢികളായ വ്യക്തികൾക്ക് സതുപദേശം നൽകിയാൽ അവരുടെ വിഡ്ഢിത്തം കോപമായി പരിണമിക്കുന്നത് പറയപ്പെടാറുണ്ട്. ഇവിടെ ഒരു വരി നോക്കാം. ഈ ദുര്യോധനെയോ ധൃതരാഷ്ട്രം ഉപദേശിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്താണല്ലേ, പാമ്പിന് പാൽ കൊടുത്താൽ വല്ല കാര്യമുണ്ട്? അത് പാലൊക്കെ കുടിക്കും, എന്നിട്ട് അതിന് ദേഷ്യം വരുമ്പോ അത് വന്ന് ഈ പാമ്പ് പാല് കൊടുത്ത ആളെന്നെ കൊത്തും അല്ലെ. അതുകൊണ്ട് മണ്ടത്തരങ്ങളൊന്നും ചെയ്യരുത് എന്നല്ലേ. അതാണ് ഇവിടെ സതുപദേശം ആർക്കും കൊടുക്കരുത്, ഈ വിഡ്ഢികൾക്ക് കൊടുക്കരുത്, ഒരു കാര്യമില്ല എന്ന് ദുര്യോധനൻ പറയാണ്. പിന്നെ ദുര്യോധനൻ പിന്നെ പറയാണ്, ദാസീപുത്രനായ അവനോട് ഇവിടെ വരാൻ ആര് പറഞ്ഞു? അവനോട് ഉപയോഗിക്കുന്ന പദം നോക്കുക അല്ലെ. ചെറിയച്ഛനെ വിളിക്കുന്ന പേരാണ് അവനോട്. ആര് പറഞ്ഞു? എന്റെ ശത്രുവിന്റെ താല്പര്യത്തിന് വേണ്ടി ചാരവൃത്തി ചെയ്യുന്ന വക്രബുദ്ധിയായ വിതുരനെ ഇവിടുന്ന് കൊട്ടാരത്തിന് പുറത്താക്കണം ഉടൻ. ദുര്യോധന്റെ പരുഷ വാക്കുകൾ കാതുകൾക്ക് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തറച്ചു. വിതുരൻ തന്റെ വില്ല് വാതിൽക്കൽ വെച്ചു ഇറങ്ങി അവിടുന്ന്. ഉടൻ നമുക്ക് വിലയില്ലാണ്ട് വരുമ്പോ അല്ലേ ഇറങ്ങുക. സഹോദരന്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു കടന്നു. അതിന്റെ സ്വന്തം പുണ്യത്താൽ വിതുരന് ധർമ്മിഷ്ഠരായ പാണ്ഡവരുടെ സൗഹൃദം സമ്പാദിക്കാൻ കഴിഞ്ഞു. ഹസ്തിനാപുരം വിട്ടതിന് ശേഷം വിതുരൻ ഭഗവാന്റെ പാദാംബുജങ്ങളായ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങളിൽ താമസിച്ചു. ഇനി വിതുരൻ എന്താ ചെയ്തതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് സുഖമായിട്ട് എന്ത് ചെയ്തു? തീർത്ഥയാത്രകൾ ചെയ്തു അല്ലെ. ഭഗവാൻ ഹരി എവിടെയൊക്കെ ഉണ്ടോ ആ അമ്പലങ്ങളിലൊക്കെ അദ്ദേഹം തീർത്ഥയാത്ര ചെയ്തു. ആയിരക്കണക്കിന് ഭഗവാന്റെ പുണ്യസ്ഥലങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. അദ്ദേഹം അയോധ്യ, അതൊക്കെ എടുത്തെടുത്ത് പറഞ്ഞ അയോധ്യ, ദ്വാരക, മധുര തുടങ്ങിയ പുണ്യഭൂമികളിലൂടെ ഭഗവാൻ കൃഷ്ണനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം സഞ്ചരിച്ചു. അമ്പലങ്ങൾ സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധവും പാപരഹിതമായ വായുവിലൂടെ, മലകളിലൂടെ, ഫലവൃക്ഷാദികൾ നിറഞ്ഞ പ്രദേശങ്ങളിലൂടെ, നദികളിലൂടെ, തടാകങ്ങളിലൂടെയൊക്കെ അദ്ദേഹം യാത്ര ചെയ്തു. വിതുരർ യാത്ര ചെയ്ത സ്ഥലങ്ങൾ പറയുന്നു. വിതുരന്റെ പ്രവൃത്തി വളരെ പരിശുദ്ധമായിരുന്നു, സ്വതന്ത്രമായിരുന്നു. അദ്ദേഹം വസ്ത്രധാരണത്തിൽ ശ്രദ്ധയില്ലാതെ അല്ലെ, ഒരു സന്യാസി എങ്ങനെ നടക്കാം? നല്ല വസ്ത്രമൊന്നും ഇടില്ല അല്ലെ, പിന്നെ മുടിയും താടിയൊന്നും വെട്ടാതെ അല്ലെ, അതൊക്കെ നീട്ടി വളർത്തി. കടക്കാൻ ഒരു കിടക്കയോ തലവണോ ഇല്ല. എവിടെയാ കിടക്കണം അവിടെ. നാരായണത്ത് പ്രാന്തരൊക്കെ എങ്ങനെ കിടന്നു അതുപോലെ എവിടെയാ കിടക്കാൻ പറ്റി അവിടെ കിടന്നു അല്ലെ. കിടക്ക പോലില്ല, അത് അലഞ്ഞു തിരിഞ്ഞു നടന്നു എന്നാ പറയുന്നത് അദ്ദേഹം. അദ്ദേഹത്തെ തീർത്ഥസ്ഥലങ്ങളിലെ സ്നാനങ്ങൾ ആത്മവിശുദ്ധിയിലേക്ക് ഉയർത്തി. ഇങ്ങനെ നടന്ന് അദ്ദേഹത്തിന്റെ ആത്മാവ് ശുദ്ധമായി അല്ലെ, ഭഗവാൻ കൃഷ്ണനെ കാണുന്ന അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ എല്ലാ തീർത്ഥസ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന അദ്ദേഹം പ്രഭാസ തീർത്ഥത്തെത്തി. പ്രഭു പോയാ പ്രഭാസ തീർത്ഥം? ദ്വാരകയിലല്ലേ. പ്രഭാസ തീർത്ഥത്തിലെത്തി. അവിടെ ചെന്ന് അദ്ദേഹം കുളിച്ചു. അവിടെ ചെന്നിട്ട് അദ്ദേഹം, ദ്വാരകയിലാണ് പ്രഭാസ തീർത്ഥം കേട്ടോ. അവിടെ ചെന്ന് മാതാജിക്കൊക്കെ അറിയാലോ അല്ലെ. അവിടെ ചെന്നിട്ട് അദ്ദേഹം അറിഞ്ഞു. അപ്പോഴേക്കും കുറെ കാലങ്ങൾ പോയിട്ടോ. ഇങ്ങനെ പോയപ്പോഴേക്കും ഇവിടെ യുദ്ധം തീർന്ന് കുറെ ദ്വാരകയൊക്കെ നശിച്ചു കഴിഞ്ഞു. കൃഷ്ണൻ തിരിച്ചു പോയി കഴിഞ്ഞു. ഭഗവാൻ ഇങ്ങനെ അല്ല, നമ്മുടെ വിതുരര് തീർത്ഥയാത്ര വർഷങ്ങളോളമായി നടത്തുന്നത്. അപ്പോഴേക്കും ഇവിടെ യുദ്ധം തീർന്ന് യുധിഷ്ഠിരൻ രാജാവായി അല്ലെ. അവിടെ ദ്വാരകയിൽ യദുക്കള് നശിച്ചു. ഇതൊക്കെ കേട്ടു പ്രഭാസത്തിൽ വെച്ചിട്ട് ഇദ്ദേഹം കേൾക്കുകയാണ് തന്റെ ഉറ്റമിത്രങ്ങളെല്ലാം അല്ലെ മരിച്ചു പോയിരിക്കണമെന്ന്. ഇപ്പൊ യുധിഷ്ഠിരനാണ് ചക്രവർത്തി എന്ന് അദ്ദേഹം അറിഞ്ഞു. ലോകം മുഴുവൻ ഒരേ ഒരു സൈന്യത്തിന് ഒരേ ഒരു കുടക്കീഴിലാണ് ഇപ്പോൾ. ആരാണ്? യുധിഷ്ഠിര മഹാരാജാവ് എന്നല്ല, ചക്രവർത്തിയുടെ കീഴിലാണ് ഭൂമി മുഴുവൻ. യുധിഷ്ഠിരാണ് ഇപ്പൊ ഭരിക്കുന്നത്. പ്രഭാസ തീർത്ഥത്തിൽ വെച്ച് തന്റെ ബന്ധുക്കളെല്ലാം മരിച്ചതായിട്ട് അദ്ദേഹം അറിഞ്ഞു. അനന്തരം അദ്ദേഹം സരസ്വതി നദി പ്രവഹിക്കുന്ന പശ്ചിമ ദിക്കിലേക്ക് പോവാണ്. ഇനി അടുത്തത് കിഴക്ക് ഭാഗം. പശ്ചിമം പറഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്താണ് സരസ്വതി നദി. അവിടെ യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ എഴുതിയൊരു പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. യുദ്ധമെല്ലാം ഉണ്ടാകുന്നത് വ്യക്തികളുടെ ദുരാഗ്രഹ നിമിത്തമാണ്. അതായത് അത് സത്യമല്ലേ അല്ലെ. നമുക്ക് ഏതെങ്കിലും വ്യക്തികളെ അർഹതപ്പെട്ടതല്ലാതെ മറ്റുള്ളവരും കൂടെ ആഗ്രഹിക്കുമ്പോഴാണ് അവിടെ
പ്രശ്നങ്ങൾ വരുന്നത്. നമുക്ക് അർഹതപ്പെട്ടതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവിടെ പ്രശ്നമുണ്ടോ? എവിടെയും പ്രശ്നം. ഒരു വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും. ഇപ്പൊ യുദ്ധം എന്താ ഉണ്ടാവാൻ കാരണം? വല്ല പ്രാന്തമുണ്ട് ഇവർക്ക് അല്ലെ? ഭഗവാൻ ഒരു മനുഷ്യജന്മം തന്നു, ഭക്ഷണം തന്നു അല്ലെ, എല്ലാ ആരോഗ്യം തന്നു, സ്വസ്ഥമായി ഭക്ഷണം കഴിച്ച് ജീവിച്ചൂടെ? അപ്പൊ ഈ ബോംബിട്ടാലേ പ്രശ്നം സമാധാനമുള്ളൂ ഇവർക്ക്. ഇതാണ് ദുരാഗ്രഹം. ഇപ്പൊ പലരും അനുഭവിച്ചില്ലേ? ഗൾഫിലൊക്കെ ഉള്ളവർ എത്ര കഷ്ടപ്പെടുന്നു ഇപ്പൊ അല്ലെ? വിമാനത്താവളങ്ങളൊക്കെ അടച്ചത് എത്ര ബന്ധുക്കൾ നമ്മുടെ അല്ലെ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. എന്താണ് കാര്യം? ദുരാഗ്രഹം അല്ലെ? മറ്റുള്ളവരെയും കൂടി കീഴ്പ്പെടുത്തി മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് എനിക്ക് കിട്ടണം. ഈ സ്വഭാവം ദുരാഗ്രഹം കാരണം യുദ്ധം ഉണ്ടാവണം. അത് തന്നെയാണ് ഇവിടെ ഉണ്ടായത്. വലിയ യുദ്ധം ഉണ്ടായത് അതുകൊണ്ടല്ലേ കുരുക്ഷേത്ര യുദ്ധം. ഈ ദുര്യോധന ഒറ്റ ആള് കാരണം യുദ്ധം ഉണ്ടായത് അല്ലെ? ആ വ്യക്തിനെ പുറത്തേക്ക് ആക്കിയതാണ്. ധൃതരാഷ്ട്രം പുറത്തേക്ക് ആക്കണം. ധൈര്യമായിട്ട് പുറത്തേക്ക് ആക്കണം. സ്വന്തം കുടുംബത്തിനും നാടിനും ദോഷം സ്വന്തം മക്കളാണെങ്കിൽ ആ മക്കളെ പുറത്താക്കാനുള്ള കഴിവ് വേണം. ഇദ്ദേഹത്തിന് പുത്ര വാത്സല്യം കാരണം അവനെ വളരാൻ അനുവദിച്ചു. മൊത്തം 100 മക്കളെയും കളഞ്ഞു. അവനെ കളഞ്ഞാണെങ്കിൽ അല്ലേ 99 മക്കളെ കിട്ടിയെന്നെ ദുര്യോധന. ആർക്ക്? നമ്മുടെ ധൃതരാഷ്ട്രന്. പക്ഷെ ഈ ദുര്യോധനെ പ്രൊട്ടക്ട് ചെയ്ത കാരണം 101 ആ ദുശളം മാത്രം ജീവിച്ചിരിപ്പുണ്ടോണ്ട് ബാക്കി 100 മക്കളും മരിച്ചുപോയി. ഇനി നമ്മുടെ വിതുരര് എന്താണ് സരസ്വതി നദിയുടെ തീരത്തേക്ക് ഇങ്ങനെ വന്നു. അവിടെ കുറെ 11 തീർത്ഥസ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഈ പശ്ചിമ ഭാഗത്ത് സരസ്വതി നദിയുടെ തീരത്ത്. അതിന്റെ പേരുകളൊക്കെ ഒന്ന് വായിക്കാം. എപ്പോഴെങ്കിലും പോകുമ്പോഴൊക്കെ പോയിക്കോളൂ. ത്രിത, ഉശന, മനു, പൃഥു, അഗ്നി, അസിത, വായു, സുദാസ, ഗുഹ, ശ്രാദ്ധദേവ. ഇത്രയാണ് ഈ പശ്ചിമഘട്ടത്തില് സരസ്വതി നദീതീരത്തുള്ള 11 തീർത്ഥസ്ഥലങ്ങളുണ്ട്. വിതുരർ ഇതെല്ലാം സന്ദർശിച്ചിട്ട് ഉചിതമായ പ്രണാമങ്ങൾ ഈ തീർത്ഥസ്ഥലങ്ങൾക്ക് അർപ്പിച്ചു. ഇനി മഹാമുനികളാലും ദേവകളാലും സ്ഥാപിക്കപ്പെട്ട പരമദിവ്യോത്തം പുരുഷനായിട്ടുള്ള വിഷ്ണുവിന്റെ വിഭിന്ന രൂപങ്ങളിലുള്ള മറ്റു നിരവധി ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇനി അവിടെ എത്ര ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു? മുനിമാര് സ്ഥാപിച്ചിട്ടുള്ളതുണ്ട്. നമ്മുടെ ഗുരുവായൂരൊക്കെ ദേവന്മാര് സ്ഥാപിച്ച വിഗ്രഹമാണ് ഗുരുവായൂരപ്പൻ അല്ലെ? അതുപോലെ മഹർഷിമാര് സ്ഥാപിച്ചിട്ടുള്ളതുണ്ട്. അതിനാണ് ക്ഷേത്രങ്ങൾ. മഹർഷിമാര് സ്ഥാപിച്ച അമ്പലങ്ങളാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ആരാണ്? നമ്മുടെ ദേവന്മാര് സ്ഥാപിച്ചതിനാണ് ദിവ്യക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. അതാണ് എന്ത്? നമ്മുടെ ഗുരുവായൂരൊക്കെ ദിവ്യക്ഷേത്രങ്ങൾ. അങ്ങനെയുണ്ട്. പിന്നെ സ്വയംഭൂവായിട്ട് വരണതിന് എന്താ പേര് പറഞ്ഞോളൂ? ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ. പിന്നെ ദിവ്യധാമങ്ങളാണ്. അതിന്റെ എല്ലാ ഭാഗവും പരിശുദ്ധം. ഓരോ മണൽത്തരികൾ പോലും പരിശുദ്ധം. അതാണ് ദിവ്യധാമം. അതിനാണെന്ത്? അതാണ് വൃന്ദാവനം, മായപ്പൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. ദ്വാരക, വൃന്ദാവനം ഇതൊക്കെ മണൽത്തരികൾ പോലും കൃഷ്ണനാണ്. അതൊക്കെ അത്രയും പരിശുദ്ധമാണ്. മറ്റേത് ക്ഷേത്രങ്ങളുടെ ഉള്ളിലുള്ള വിഗ്രഹത്തിനാണ് ഇത്രയും ചൈതന്യം. പക്ഷെ ഇതിനങ്ങനെയല്ല. മണ്ണിനും കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ അതേ ചൈതന്യമാണ്. മണ്ണിനും മരങ്ങൾക്കും ഇലകൾക്കും ഒക്കെ. അതാണ് ദിവ്യധാമങ്ങൾ എന്ന് പറയുന്നത്. ദിവ്യക്ഷേത്രം. പിന്നെ ഒന്നും എനിക്ക് മറന്നുപോയിട്ടാ. മഹാക്ഷേത്രങ്ങളാണ് അല്ലേ? ആ മഹാക്ഷേത്രങ്ങളാണെന്ന് തോന്നുന്നുണ്ട് സ്വയംഭൂവായിട്ട് വന്നിട്ട്. ദിവ്യക്ഷേത്രങ്ങൾ പറഞ്ഞാൽ ദേവന്മാരെ പ്രതിഷ്ഠിച്ചതാണ്. നമ്മുടെ ഗുരുവായൂരപ്പനൊക്കെ ദിവ്യക്ഷേത്രത്തിൽ പെടും. ഗുരുവായൂർ വിഗ്രഹമൊക്കെ ഗുരുവും വായുവും അല്ലെ, ബൃഹസ്പതിയും വായുദേവനും കൂട്ടാണ് അത് പ്രതിഷ്ഠിച്ചത്. മഹാക്ഷേത്രങ്ങൾ അതുകൊണ്ട് സ്വയംഭൂവായിട്ടുള്ള വിഗ്രഹങ്ങളില്ലേ? നമ്മുടെ പത്മനാഭസ്വാമിയൊക്കെ സ്വയംഭൂ വിഗ്രഹങ്ങളാണ്. സ്വയം വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചതല്ല. വിഗ്രഹങ്ങൾ ആരും പ്രതിഷ്ഠിച്ചതല്ല അല്ലെ? തനിയെ വന്ന് ഉണ്ടായിട്ടുണ്ട്. അതാണ് സ്വയംഭൂ വിഗ്രഹങ്ങൾ. അതാണ് മഹാക്ഷേത്രങ്ങൾ എന്നാണ് എൻ്റെ സംശയം. ചിലപ്പോൾ മാറാം. ദിവ്യവും മഹാവും തമ്മില്. ക്ഷേത്രം, ദിവ്യക്ഷേത്രം, മഹാക്ഷേത്രം, ദിവ്യധാമം. ഇത് 4 ദിവ്യധാമം എന്ന് പറഞ്ഞാൽ അതിലത്തെ എല്ലാ ചെടികൊടികളും പുല്ലും പ്രാവുകളും. അതാണ് നമ്മൾ വൃന്ദാവനത്തിൽ പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന പറയാൻ കാരണം അവിടുത്തെ വ്രജവാസികളും അതിലത്തെ മണ്ണും അവിടുത്തെ കിളികളും പട്ടിയും നായും പൂച്ചയും കാലൊടിഞ്ഞവനും കാലൊടിയാത്തവനും ഒക്കെ പരിശുദ്ധമാണ്. അവിടെ ലാസ്റ്റ് ജന്മമാണ്. ഒന്നും പറയാൻ പാടില്ല അവിടെ ചെന്ന്. നമുക്ക് ഇഷ്ടപ്പെടാത്ത കണ്ടാലും ഒന്നും വേണ്ടരുത്. കാരണം അത് നമുക്ക് പാപം കിട്ടാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലാസ്റ്റ് ജന്മാണ്. അത്രയ്ക്കും പുണ്യങ്ങൾ, ഒരുപാട് ജന്മങ്ങളിലെ പുണ്യപ്രവൃത്തി കാരണം, പരിശുദ്ധി കാരണം അവർ ലാസ്റ്റ് ഗോലോകത്തേക്ക് പോകാൻ വേണ്ടി ജനിച്ചിട്ടുള്ള സ്ഥലമാണ് വൃന്ദാവനം. ഈ വൃന്ദാവനം, ദ്വാരക, ഇവിടെയുള്ള ആൾക്കാരെ നമ്മൾ പിടിക്കാത്തൊക്കെ അവർ ചെയ്യണമെന്ന് പറയരുത് അല്ലേ? ദിവ്യക്ഷേത്രം, മഹാക്ഷേത്രത്തിന് പിന്നെയും കോവിൽ ആളുകൾ അത്ര ശുദ്ധമാണെന്നില്ല. ആ ക്ഷേത്രത്തിനാണ് പ്രാധാന്യം. ഇതങ്ങനെയല്ല. മണ്ണിന് പോലും പ്രാധാന്യമാണ്. അവിടുത്തെ ജനങ്ങൾക്കും പ്രാധാന്യമാണ്. അതുകൊണ്ട് അപ്പൊ അങ്ങനെ ഇവിടെ ഇത് പറയാൻ കാരണം മഹാമുനികളും ദേവന്മാര് സ്ഥാപിച്ച ഭഗവാന്റെ ക്ഷേത്രങ്ങളെല്ലാം ആര് കണ്ടു? നമ്മുടെ വിതുരര് കണ്ടു കേട്ടോ. വിതുരര് ഇങ്ങനെ യാത്ര ചെയ്ത് പോവാണ്. അങ്ങനെ പിന്നെ അവ ഭഗവാന്റെ ശ്രീകൃഷ്ണന്റെ യഥാർത്ഥ വ്യക്തിത്വം അനുസ്മരിച്ചു. അതെന്താ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ വിഷ്ണുവിന് 4 ചിഹ്നങ്ങളുള്ളത്. ഇത് ശംഖ്, ചക്ര, ഗദ, പത്മം അല്ലെ? ശംഖുണ്ട്, ചക്രണ്ട്, ഗദയുണ്ട്, താമര അല്ലെ? ഇത് 3 വിഷ്ണുവിന്റെ ചിഹ്നങ്ങൾ. പക്ഷെ യഥാർത്ഥ കൃഷ്ണൻ ഒറ്റ ചിഹ്നമേ ഉള്ളൂ, ചക്രാണ്.
അപ്പൊ അതാണ് എല്ലാത്തിലും ചക്രധാരി എന്നാണ് അറിയപ്പെടുന്നത് ഭഗവാൻ. യഥാർത്ഥ വിഷ്ണുരുമായ ഭഗവാൻ കൃഷ്ണൻ ചക്രം മാത്രമാണ് മുദ്രയാണ് പറയുന്നത് കേട്ടോ. അതിനാൽ അദ്ദേഹം ചക്രി എന്ന് വിളിക്കപ്പെടുന്നു. അതാണ് ഇവിടെ പറയാൻ കാരണം. അതാണ് വിഷ്ണു ക്ഷേത്രങ്ങളുടെ മുകളിൽ ചക്രം സ്ഥാപിക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മളെല്ലാവരും. ചക്രം സ്ഥാപിക്കാൻ കണ്ടിട്ടില്ലേ? എല്ലാവരുടെയും കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഇസ്കോൺ ടെമ്പിളുകളൊക്കെ ഉണ്ട്, മുകളിൽ ചക്രം സ്ഥാപിച്ചിട്ടുണ്ട്. ചക്രി യഥാർത്ഥ പരമദിവ്യോത്തം പുരുഷനായിട്ടുള്ള കൃഷ്ണ ഭഗവാനാണ് അവിടെ വണല്ലെങ്കിൽ അവിടെ മുകളിൽ ചക്രം സ്ഥാപിക്കും. പുരിയിലൊക്കെ ചക്രം, പുരിയൊക്കെ അങ്ങനെയാണ്. പുരിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒന്നല്ല, മോക്ഷധാം. വെറുതെ അവിടെ തെറി പറഞ്ഞാലും മോക്ഷമാണ് അവിടെ. നമുക്ക് നമ്മള് ദ്വാരകയിലൊന്നും വണ്ടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. അതായത് അത് മാധുര്യധാമാണ്. എന്താണ് വൃന്ദാവനം. വൃന്ദാവനം മാധുര്യധാമായതുകൊണ്ട് അത് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലെല്ലാത്തിനും നല്ലതേ കാണാൻ പാടുള്ളൂ. മണ്ണിലും പുല്ലിലും ചളിയൊന്നും പറയരുത് നമ്മൾ. അതവിടെയൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ ഉണ്ടാവും, കലിയുഗല്ലേ, ചളിയൊക്കെ ഉണ്ടാവും, നമ്മളത് കാണണ്ട. നേരെ മറിച്ച് നമ്മള് ജഗന്നാഥപുരിയിൽ പോയി വെക്കും. പുരി പറഞ്ഞു കഴിഞ്ഞാൽ മേഴ്സിയാണല്ലോ ജഗന്നാഥന്. കണ്ണ് വലിയ വലിയ കണ്ണുമായിട്ട് എല്ലാവരും മേഴ്സി ചൊരിയനല്ലേ. അവിടെ വന്ന് നമ്മൾ വഴക്കുണ്ടാക്കി വെക്കും. വൃത്തികേട് ഭക്തന്മാരെ അങ്ങോട്ട് കൊണ്ട് വൃത്തികേട് പറഞ്ഞാൽ അത് പ്രാർത്ഥനയായിട്ട് എടുക്കുന്നത്. ആലോചിച്ച് നോക്ക്, നമ്മളവിടെ വൃത്തികേട് പറഞ്ഞ പ്രാർത്ഥനയായിട്ട് എടുക്കുന്ന പുരീധാം, മോക്ഷധാം. അവർക്ക് മോക്ഷം കൊടുക്കുന്ന ഈ അല്ലെ, ഇവിടെ വന്നിട്ട് വഴക്കുണ്ടാക്കിയല്ലോ, ഇവർക്ക് മോക്ഷം ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതാണ് പുരീധാമം. പിന്നെ അതുപോലെ മായാപൂർ ധാമാണ് ഔദാര്യം. ഒരു യോഗ്യത ഇല്ലാത്തവർക്കും ഭക്തി കൊടുക്കുന്ന ധാമാണ് മായാപൂര്. വൃന്ദാവനം പറഞ്ഞാൽ മാധുര്യ, രാധാറാണിയുടെ കൺട്രോളാണ് മാധുര്യം അല്ലേ. അവിടെ നമ്മൾ എല്ലാതും നല്ലതേ കാണാൻ പാടുള്ളൂ, വൃത്തികളൊന്നും പറയരുത്, നല്ലത് മാത്രം. ഒരു മാല ജപിച്ചാൽ ലക്ഷക്കണക്കിന് മാലയുടെ ഫലം കിട്ടും അവിടെ വൃന്ദാവനത്തിൽ ജപിച്ച. അതുപോലെ ഒരു വൃത്തികേട് ചെയ്താൽ അത്ര ഇരട്ടി ഫലം കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ ധാമിന്റെ പ്രത്യേകത. അതാണ് ഇവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ നമ്മുടെ വിദുരര് സഞ്ചരിച്ചു. അതാണ് ചക്രി എന്നാണ് കേട്ടോ കൃഷ്ണ ഭഗവാനെ വിളിക്കുക, ചക്രി എന്നാന്ന് പറയാം. ഇനി അതിനുശേഷം അദ്ദേഹം സുരത്ത്, സൗവീര്യ, മത്സ്യ, കുരുജാങ്കലം എന്നീ സമ്പൽ സമൃദ്ധമായ രാജ്യങ്ങളിലൂടെ കടന്നുപോയി. ഇനി അദ്ദേഹം അടുത്തത് പോണത് കഴിയാറാവേണ്ട നമ്മുടെ ലാസ്റ്റ് ഭാഗത്ത് ഈ കുരുജാങ്കലം അങ്ങനെയുള്ള രാജ്യങ്ങളിലൂടെ കടന്നുപോയി. ഒടുവിൽ യമുനാ നദിയുടെ തീരത്തെത്തി. ഇവിടാണ് പോയിന്റ് വരുന്നത്. യമുനാ നദിയുടെ തീരം എവിടെ? യമുന വൃന്ദാവനത്തിൽ അല്ലെ. വൃന്ദാവനത്തിലൂടെ ഒഴുകുന്നത്, ഡൽഹിയിലൂടെ ഒഴുകുന്നത് ഏതാണ്? യമുന തീരത്തെത്തിയപ്പോഴാണ് നമ്മുടെ ആരെ കാണുന്നത്? ഉദ്ധവരെ കണ്ടുകൊണ്ട്. ഉദ്ധവർ ആരാണല്ലേ? കൃഷ്ണ ഭഗവാന്റെ ചങ്ങാതി, അറിയില്ലേ? കുടുംബ സുഹൃത്താണ്, ഒരേ പ്രായമാണ് അവര്. അതുപോലെ കൃഷ്ണന്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ ആർക്കാണ്? ഉദ്ധവർക്ക്. ആ ഉദ്ധവരെ കണ്ടുമുട്ടാണ് യമുനാ തീരത്ത് വെച്ചിട്ട്. അവിടെ അദ്ദേഹം ശ്രീകൃഷ്ണന്റെ മഹാഭക്തനായിട്ടുള്ള ഉദ്ധവരെ കണ്ടുമുട്ടി. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചിരകാല സുഹൃത്തും ദേവന്മാരുടെ ആത്മീയ ഗുരുവായിട്ടുള്ള ബൃഹസ്പതിയുടെ ശിഷ്യനാണ്. ബൃഹസ്പതി എന്ന് കേട്ടില്ലേ? ദേവഗുരുവാണ് ആര്? ബൃഹസ്പതി. അസുരഗുരു ആരാ? ശുക്രാചാര്യ. അപ്പൊ ബൃഹസ്പതിയുടെ ശിഷ്യനാണ് ആര്? നമ്മുടെ ഉദ്ധവർ. ആ ഉദ്ധവരെയാണ് കണ്ടുമുട്ടുന്നത് കേട്ടോ. മുൻ ശിഷ്യനായിട്ടുള്ള ഉദ്ധവരുടെ ബൃഹസ്പതിയുടെ മുൻ ശിഷ്യനായിട്ടുള്ള ഉദ്ധവരെ കണ്ടുമുട്ടി ഉടനെ തന്നെ വിദുരർക്ക് ഭഗവാനെ കണ്ട പോലെ തോന്നുകയാണ് അല്ലെ. ഇത്ര കാലങ്ങൾ ഒറ്റയ്ക്ക് കരഞ്ഞ് നടന്നിട്ട് ഒരു മഹാഭക്തനെ കണ്ടുമുട്ടുമ്പോൾ വികാരാതീതനായെന്ന് പറഞ്ഞ ഹൃദയം മുഴുവൻ പൊട്ടി കരച്ചിൽ വന്നിട്ടേ അദ്ദേഹത്തോട് വേഗം പോയിട്ട് ആലിംഗനം ചെയ്യുന്ന പറയണത്. ഉദ്ധവരെ കെട്ടിപ്പിടിക്കും ആര്? നമ്മുടെ വിദുരരും. അനന്തരം അദ്ദേഹത്തോട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കുടുംബ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നത്. ഏകദേശം പ്രഭാസത്തിൽ വെച്ച് കേട്ടു. എന്താണ് നമ്മുടെ ദ്വാരകയൊക്കെ നശിച്ചു എന്ന്, അവരൊക്കെ തമ്മിലടിച്ച് മരിച്ചു എന്ന് കേട്ടു അദ്ദേഹം. പക്ഷെ എന്നാലും ഉറപ്പില്ല ആൾക്ക്. ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തെ കുറിച്ച് ചോദിക്കണം. ഉദ്ധവരെ കണ്ടപ്പോ ആർത്തിയായി ഭഗവാനെ കുറിച്ച് അറിയാനായിട്ട്. അദ്ദേഹം വിദുരരുടെ ചോദ്യങ്ങളാണ് ഈ അധ്യായം. വിദുരരെ ചോദിക്കാണ്. വിദുരന് ഉദ്ധവന്റെ പിതാവാകാനുള്ള പ്രായമുണ്ട് വിദുരനും. എന്നാലും ജ്ഞാനത്തില് ശ്രേഷ്ഠൻ ആരാണ്? ഉദ്ധവരായതുകൊണ്ട് ഉദ്ധവരുടെ കാല് പിടിക്കുകയാണ് ആര്? വിദുരർ വന്നിട്ട്. അതുകൊണ്ട് ഉദ്ധവർ അദ്ദേഹത്തെ പക്ഷെ ഉദ്ധവർ എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ സാഷ്ടാംഗം പ്രണമിക്കും വിദുരരെ കണ്ടപ്പോൾ. അല്ല, അച്ഛന്റെ പ്രായമല്ലേ, അതുകൊണ്ട് പ്രണമിക്കും. വികാരാവനായി വിദുരൻ പുത്രനോടുള്ള സ്നേഹത്താൽ അദ്ദേഹത്തിന് ഉദ്ധവരെ വീണ്ടും ആലിംഗനം ചെയ്യും. പിന്നെ വിദുരര് ഭഗവാനെ കുറിച്ച് ഉദ്ധവരോട് ഇങ്ങനെ അറിയാനായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും. അടുത്ത ചാപ്റ്ററിൽ ഉത്തരമൊക്കെ കേൾക്കുള്ളൂ കേട്ടാ. ഈ ചാപ്റ്ററിൽ ചോദ്യങ്ങളാണ്. എന്തൊക്കെയാണ് ചോദിക്കുക? ശ്രീകൃഷ്ണൻ ബലരാമന് സുഖമാണോ അവിടെ? എന്താണ് അവരെന്നെ ഉണ്ടോ? അത് ഞാൻ കേട്ടോ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടേ. ശ്രീകൃഷ്ണൻ ഭഗവാനും ഗൃഹത്തില് സുഖമായി ജീവിക്കുന്നുണ്ടല്ലേ. രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ അളിയനായിട്ടുള്ള വസുദേവർക്ക് സുഖാണോ? കൃഷ്ണന്റെ അച്ഛൻ വസുദേവർക്ക് സുഖാണോ? പിന്നെ പ്രദ്യുമ്നന് സുഖാണോ? അതായത് പ്രദ്യുമ്നൻ ആരാണ്? കൃഷ്ണന്റെ മകൻ അല്ലെ. പൂർവ്വജന്മത്തിൽ കാമദേവനായിരുന്നു പ്രദ്യുമ്നൻ. അദ്ദേഹത്തിന്റെ മകൻ, അപ്പൊ കൃഷ്ണന്റെ മകനായിട്ട് ജനിച്ചു. അദ്ദേഹത്തിന് സുഖമാണോ? ഉഗ്രസേനൻ, അതായത് ആരാണ്? നമ്മുടെ ദേവികയുടെ ഒക്കെ അച്ഛൻ അല്ലെ. കംസന്റെ ഒക്കെ അച്ഛനാണ് ഉഗ്രസേനൻ. കൃഷ്ണന്റെ മുത്തശ്ശൻ സുഖാണോ ഉഗ്രസേനന് ചോദിക്കണേ. ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയണ ആൾക്ക്, അതിനാണ് ഇങ്ങനെ ചോദിക്കണേ.
സാമ്പൻ സുഖമായിരിക്കണ്ടോ? ഈ സാമ്പൻ ആരാണ്? ജാമ്പവതിയുടെ മകനാണ്. ഈ സാമ്പൻ കൃഷ്ണന്റെ ജാമ്പവതിയുടെ മകനാണ് സാമ്പൻ. ഈ സാമ്പൻ മുൻജന്മത്തിൽ ആരായിരുന്നു അറിയോ? ശിവന്റെ മകൻ കാർത്തികേയനാണ്. ശിവപാർവതിയുടെ മകൻ കാർത്തികേയൻ ദ്വാപര യുഗത്തിൽ എന്തായിട്ട് മാറി? കൃഷ്ണന്റെ ജാമ്പവതി വളരെ തപസ്വിനിയായിരുന്നു. ജാമ്പവതിയുടെ മകനായിട്ട് സാമ്പനായിട്ട് ജനിച്ചു. സാമ്പൻ വഴിയാണ് ഈ കുടുംബത്തിനെ നശിപ്പിക്കാൻ ഭഗവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ശിവന്റെ ഒരു അംശത്തിനാണ് അത് പറ്റുള്ളൂ. അതാണ് സംഹാരം. ആർക്കാണ്? ശിവനല്ലേ. അതുകൊണ്ട് ശിവപുത്രനെ തന്നെ സാമ്പനായിട്ട് ഇവിടെ വിട്ടിരിക്കണം. ഇനി കാമദേവനാണ് പ്രദ്യുമ്നൻ എന്ന് പറഞ്ഞു നമ്മള്. കാർത്തികേയൻ സാമ്പൻ. ഇനി ഉദ്ധവരാരാണ്? വസുക്കൾ. അഷ്ടവസുക്കളിൽ ഒരാളാണ് ഉദ്ധവര്. ഇതൊന്നും സാധാരണക്കാരല്ല കേട്ടോ. പിന്നെ ഇനി അടുത്ത ചോദിക്കുകയാണ്, യുയുധാന് സുഖമാണോ? യുയുധാന് അർജുന്റെ കൂടെ നിന്നാൽ ഭഗവാന്റെ ഒരു തേരാളിക്കായിരുന്നു. യുയുധാന് യുദ്ധത്തിന് കൂടെ നിൽക്കുന്നുണ്ട് അർജുന്റെ കൂടെ. അദ്ദേഹത്തിന് സുഖമാണോ? അക്രൂരിന് സുഖമാണോ? അല്ലെ, അക്രൂരിനെ അറിയില്ലേ നമുക്ക് അല്ലെ? അക്രൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി പൂണ്ട് ഭഗവാന്റെ, നമുക്ക് അക്രൂര് ഘട്ടൊക്കെ കാണാൻ പറ്റും. ഭക്തി പൂണ്ടിട്ട് ഭഗവാൻ നടന്ന സ്ഥലങ്ങൾ കാണുമ്പോൾ അക്രൂര് വീണ് കിടന്ന് ഉരുണ്ട് കരയാണ്, കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട്. നമുക്കൊക്കെ എപ്പോഴാണ് ഭക്തി ഉണ്ടാവുന്നത്? സത്യം പറഞ്ഞാലേക്കും ഈ അക്രൂരൊക്കെ അവിടെ ചെന്ന് ഭൂമി കാണുമ്പോൾ കാര്യമുണ്ട്. നമ്മളും ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കരച്ചിൽ ചിലപ്പോഴൊക്കെ കരച്ചിൽ വരും. ചില സമയത്തൊക്കെ ശരിക്കും നല്ല കരച്ചിൽ വന്നത് ഭാഗ്യമാണ്. അല്ല, നമുക്ക് ആ ഭാഗ്യം ആവണേ ഉള്ളൂ, നമുക്ക് ഭക്തി ആവണേ ഉള്ളൂ, അപ്പോഴേ വരുള്ളൂ. ഈ അക്രൂർക്ക് അത്രയും ഭക്തയാണ് അല്ലെ. അതുകൊണ്ട് അത് കണ്ടപ്പോ ആ ഭഗവാൻ നടന്ന സ്ഥലല്ലേ എന്ന് കണ്ടിട്ട് അവിടെയൊക്കെ കിടന്ന് ഉരുളാണ് ചെയ്യുന്നത് ഈ അക്രൂരൻ കേട്ടോ. നമ്മളവിടെയൊക്കെ ഉരുളും അവിടെയൊക്കെ ചെന്നിട്ട്. ഇനി ദേവയ്ക്ക് സുഖമാണോ മംഗളാണോ ചോദിക്കും. അനിരുദ്ധൻ സുഖമായിരിക്കുന്നുണ്ടോ? ഈ അനിരുദ്ധനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. വിഷ്ണുവിന്റെ 4 വിസ്തരണമാണ് ആര്? വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. ഈ 4 പേര് കൃഷ്ണന്റെ ചതുർവ്യൂഹങ്ങളാണ്, ആദ്യ ചതുർവ്യൂഹങ്ങൾ കേട്ടോ. അതിവിടെ പറയണ്ട. ഇവർ വിഷ്ണു തത്വങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ഈ ശ്രീരാമൻ സ്വയം വാസുദേവൻ തന്നെയാണ് ശ്രീരാമൻ. ബാക്കി അനുജന്മാരാരാണ്? ഈ ബാക്കി 3 പേരില്ലേ? സംഘർഷൻ, ലക്ഷ്മണൻ. പിന്നെ അതെ, ബലരാമൻ തന്നെയാണ് ലക്ഷ്മണനാണ്. രണ്ടാമത്തെ മകൻ അല്ലേ ഭരതൻ. അതൊക്കെ അതല്ല ഞാൻ പറഞ്ഞ അവതാരം. അത് സംഘർഷന്റെ അവതാരമാണ് ആര് വരുന്നത്? ലക്ഷ്മണൻ വരുന്നത്. പിന്നെ പ്രദ്യുമ്നനും അനിരുദ്ധനാണ് ഭരതനും ശത്രുഘ്നാണ് അനിരുദ്ധൻ അല്ലേ മാതാജി? അനിരുദ്ധനും പ്രദ്യുമ്നനും അനിരുദ്ധനും. ഈ 4 പേര്, 3 അനിയന്മാരില്ലേ നമ്മുടെ ആരാണ് പറഞ്ഞത്? ശ്രീരാമദേവൻ വാസുദേവനാണ് ശ്രീരാമൻ. കൃഷ്ണൻ അല്ലാട്ടോ. അപ്പോഴും വാസുദേവനാണ് പൂർണ്ണ വിസ്തരണമായിട്ടുള്ള വാസുദേവൻ ശ്രീരാമൻ. ബാക്കി 3 പേര് 3 അനിയന്മാര്. അങ്ങനെയാണ് ഇവര് 4 പേര് വന്നിരിക്കുന്നത്. അതിവിടെ പറയുന്നുണ്ട്. അനിരുദ്ധന്റെ ശ്വാസത്തിൽ നിന്നാണ് ഋഗ്വേദം ഉണ്ടായിട്ടുള്ളത്. ഈ 4 പേരിൽ അനിരുദ്ധനെ പറഞ്ഞല്ലോ. അനിരുദ്ധൻ ഇപ്പോ ദ്വാപരയുഗത്തില് കൃഷ്ണന്റെ പേരക്കുട്ടിയാണ്. അനിരുദ്ധൻ പ്രദ്യുമ്നന്റെ മകനല്ലേ? പ്രദ്യുമ്നന്റെ മകനല്ലേ അനിരുദ്ധൻ. അനിരുദ്ധന്റെ ഉഷയൊക്കെ വിവാഹം കഴിക്കണൊക്കെ ആ സംഭവമാണ്. അപ്പൊ അനിരുദ്ധന്റെ ശ്വാസത്തിൽ നിന്നാണ് ഋഗ്വേദം ഉണ്ടാവുന്നത്. ഇനി ദ്വാരകയിലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉണ്ടല്ലോ, അതാരാണ് അറിയോ? വാസുദേവ വിസ്തരണമാണ്. കൃഷ്ണ ഭഗവാന്റെ വാസുദേവ വിസ്തരണമാണ് ഈ ദ്വാരകയിൽ ഇരിക്കുന്നത്. ഒറിജിനൽ കൃഷ്ണൻ എവിടെയാ? ഗോലോക വൃന്ദാവനത്തിലാണ് കൃഷ്ണൻ. ദ്വാരകയിൽ ആരാണ്? കൃഷ്ണന്റെ പൂർണ്ണ വിസ്തരണമായിട്ടുള്ള വാസുദേവനാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. യഥാർത്ഥ ശ്രീകൃഷ്ണൻ ഗോലോക വൃന്ദാവനത്തിന് വെളിയിൽ പോവില്ല. അദ്ദേഹത്തിന്റെ പൂർണ്ണ വിസ്തരണങ്ങളാണ് ഓരോ ലീലകൾക്കും പോണത് എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തത് അടുത്ത വീണ്ടും ചോദിക്കുകയാണ് നമ്മുടെ ആരാണ്? വിതുരർ ചോദിക്കുകയാണ്. ഈ ഹൃദീകൻ, ചാരുദേശൻ, ഗതൻ തുടങ്ങിയ സത്യഭാമ പുത്രന്മാർക്ക് സുഖാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടാ. നമ്മുടെ ബന്ധുക്കളെ കാണുമ്പോൾ ചോദിക്കില്ലേ? അതാണ് അവരെ ചോദിക്കുന്നത്. യുധിഷ്ഠിര മഹാരാജ ഇപ്പോൾ ധർമ്മതത്വങ്ങൾക്കനുസരിച്ച് രാജ്യം പരിപാലിക്കുന്നുണ്ടോ? ഇനി അവിടെ യുധിഷ്ഠിരൻ സുഖമാണോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ ഇനി മൂർഖനെ പോലുള്ള ഭീമൻ അല്ലെ, മൂർഖനെ പോലുള്ളവനും കീഴടക്കാൻ കഴിയാത്തവനുമായിട്ടുള്ള ഭീമൻ ദീർഘകാലമായി പാപികൾക്ക് നേരെ സൂക്ഷിച്ചു വെച്ചിരുന്ന കോപം അവരുടെ മേൽ ചൊരിഞ്ഞുവോ? യുദ്ധം നടന്നോ എന്ന് അറിയാനാണ്. ഭീമന്റെ മൂർഖന്റെ സ്വഭാവമാണെന്ന്. ദേഷ്യമുണ്ട്, പക്ഷെ പുറത്ത് കാണിക്കാണ്ട് അടക്കി പിടിക്കും. സമയമാകുമ്പോ അത് പുറത്തേക്ക് ആക്കും. അങ്ങനെയാണ് ഭീമന്റെ സ്വഭാവം. ആ ഭീമൻ ആ ദേഷ്യം പുറത്തേക്ക് കാണിച്ചോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ ഗാന്ധീവധാരി അർജുനൻ സുഖമായിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇരട്ട സഹോദരങ്ങളായ നകുലനും സഹദേവനും അല്ലെ, ഓരോരുത്തരും എടുത്തെടുത്ത് ചോദിച്ചു നോക്ക്. പൃഥ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ആരാ പൃഥ? കുന്തിദേവി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഇതിനൊക്കെ വിവർത്തനം വായിക്കണം. അതൊക്കെ നിങ്ങൾ ബുക്കുള്ളവരൊക്കെ ഒന്ന് വായിച്ചോളൂ കേട്ടോ, നല്ല രസമുണ്ട് അത്. പിന്നീട് വിതുരർ പറയാണ് നമ്മള് തൃതീയ സ്കന്ധത്തിൽ 1-ാം അധ്യായം, അതില് ശ്ലോകം 40, 42, 43 ഭാവാർത്ഥത്തിൽ ഒരുപാട് രസകരമായിട്ടുള്ള എഴുതി. നമുക്ക് അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഒരുപാടാവും, എല്ലാവർക്കും ബോറടിക്കും.
പിന്നീട് വിതുരർ പറഞ്ഞു, ധൃതരാഷ്ട്രയുടെ ആത്മാർത്ഥിയുള്ള അഭ്യുതകാംക്ഷിയായിട്ടും അവൻ നിമിത്തം ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഇനി അടുത്ത വിതുരർ പറയാണ് ഉദ്ധവരോട്, ഞാൻ ധൃതരാഷ്ട്രയുടെ ആത്മാർത്ഥമായിട്ടുള്ള അഭ്യുതകാംക്ഷിയായിരുന്നു. കാരണം ധൃതരാഷ്ട്രന് ഒരു ദോഷം വരരുത്, നന്മ ഉണ്ടാവണം പറഞ്ഞിട്ട് ഞാൻ ഉപദേശിച്ചത്. എന്ത്, ഈ ദുര്യോധന കൂട്ട് നിൽക്കരുത് എന്നല്ലേ. പക്ഷെ എന്നിട്ട് പോലും ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന് പറയാണ്. ധൃതരാഷ്ട്രയെ പറ്റി ഒന്നും അദ്ദേഹം ചോദിച്ചില്ല. ആൾക്കറിയാം ഒരു നല്ലതും പറയാനുണ്ടാവില്ല അല്ലേ, അതുകൊണ്ട് ചോദിച്ചില്ല എന്ന് പറയണം. ധൃതരാഷ്ട്രന്റെ യഥാർത്ഥ മിത്രം ആരാണ്? വിതുരർ മാത്രമാണ്. അത് അവസാനം അവസാനം തിരിച്ച് കൊട്ടാരത്തിലേക്ക് വരുന്നുണ്ട്. ഇനി വിതുരരുടെ സ്വഭാവ വിശേഷങ്ങളൊക്കെ ഭാവാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ഉത്തമനായിരുന്നു അല്ലെ, അദ്ദേഹത്തിന് ഈ പുറത്താക്കിയതിൽ ഒരു യാതൊരു വിഷമം ഉണ്ടായിരുന്നു, പരിശുദ്ധ ഭക്തനായിരുന്നു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. ഭഗവാൻ കൃഷ്ണൻ സ്വയം പരമ ദിവ്യോത്തമ പുരുഷനായിരുന്നിട്ടും കഷ്ടപ്പെടുന്നവരുടെ യാതന നീക്കാൻ എല്ലായ്പ്പോഴും തയ്യാറായിരുന്നിട്ടും അദ്ദേഹം കൃഷ്ണൻ എല്ലാവിധ പാപങ്ങളും ചെയ്ത കുരുക്കളെയും മറ്റു ദുഷ്ടന്മാരായ രാജാക്കന്മാരെയും പെട്ടെന്ന് വധിക്കാൻ തുനിഞ്ഞില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് ഇവിടെ വിതുരർ. എന്തുകൊണ്ടാണ് അത് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാവർക്കും ഒരു അവസരം കൊടുക്കുക എന്നുള്ള അദ്ദേഹത്തിനൊരു കാര്യമാണ്. രണ്ടാമത്തത്, ലോകത്തിനെ നശിപ്പിക്കാനായിട്ട് ഒരുപാട് ദുഷ്ടന്മാര് രാജാക്കന്മാരായി വന്നിട്ടുണ്ട്. ഇവരെ മുഴുവൻ കുരുക്ഷേത്രത്തിൽ ഒന്നിപ്പിച്ച് ഒറ്റയടിക്ക് വധിക്കാനായിരുന്നു കൃഷ്ണന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് പ്രതികരിക്കാതിരുന്നത്. ഇപ്പോൾ അല്ലെങ്കിൽ വസ്ത്രാക്ഷേപം നടത്തുമ്പോൾ തന്നെ ഇവരെയൊക്കെ കൊല്ലായിരുന്നു. ഒരു ചക്രം കൊണ്ട് ഇവരെ കൊല്ലാൻ എത്ര വേണം ഭഗവാൻ. പക്ഷെ ഭഗവാൻ ഉദ്ദേശിച്ചത് ഇവിടെ മാത്രമല്ല, അധർമ്മികളായ എല്ലാവരും ഒരു സെറ്റ് വരട്ടെ അല്ലേ, പിന്നെ നല്ലവരായ എല്ലാവരും ഒരു സെറ്റ് വരട്ടെ, എന്നിട്ട് യുദ്ധം നടന്നിട്ട് അധർമ്മികളെ മുഴുവനായിട്ടും ഇവിടുന്ന് ഉന്മൂലന നാശം വരുത്തണം. ഭൂമിദേവിക്ക് തന്നെ ദോഷം വരുത്തുന്ന ഒരു ജരാസന്ധനെ പോലുള്ള അല്ലെ ഒരുപാട് രാജാക്കന്മാരുണ്ട്. അതിന് വേണ്ടിയിട്ടായിരുന്നു ഭഗവാൻ ഇങ്ങനെ ഉടൻ പ്രതികരിക്കാതിരുന്നത്. ഇപ്പൊ ഭഗവാൻ നമുക്ക് ചിലപ്പോ പ്രാർത്ഥിക്കുമ്പോൾ ഉടൻ നമുക്ക് ഒരു റിസൾട്ടും തരുന്നില്ലെങ്കിൽ അതിന് ഒരു കാരണം ഉണ്ടാവും, അതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടാവും എന്ന് വിശ്വസിച്ചിട്ട് കൃഷ്ണനെ തന്നെ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാം. ഭഗവാന്റെ പ്രത്യക്ഷപ്പെടൽ അഹങ്കാരികൾക്ക് സർവനാശം വരുത്താനാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ അവിടെ അവസാനം പറയണത്, ഓ എൻ്റെ സുഹൃത്തേ എന്ന് വിളിക്കുകയാണ് ഉദ്ധവരനെ അല്ലെ. അതുകൊണ്ട് തീർത്ഥഘട്ടങ്ങളിൽ പ്രകീർത്തിക്കപ്പെടേണ്ട ഭഗവാന്റെ മഹിമകൾ ദയവായി പറഞ്ഞു തരും. ഇതൊക്കെ ചോദിച്ചു, വിശേഷങ്ങളൊക്കെ ചോദിച്ചു അല്ലേ. ഇനി ലാസ്റ്റത്തെ ചോദ്യം എന്താണ് വിതുരരുടെ? ഭഗവാന്റെ മഹിമകൾ അല്ലെ. ഇതൊക്കെ ഉണ്ടായതല്ലേ ഭഗവാന്റെ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് തീർത്ഥഘട്ടങ്ങൾ പ്രകീർത്തിക്കപ്പെടേണ്ട ഒരേ ഒരാളാരാണ്? പരമ ദിവ്യോത്തമ പുരുഷനായിട്ടുള്ള കൃഷ്ണ ഭഗവാൻ. അദ്ദേഹത്തിന്റെ മഹിമകൾ ദയവായി കീർത്തിക്കൂ എന്ന് ഉദ്ധവരോട്, തന്റെ മകന്റെ പ്രായമുള്ള ഉദ്ധവരോട് അദ്ദേഹം അപേക്ഷിക്കുകയാണ്. കാരണം കൃഷ്ണനായിട്ട് അത്രയും ഉറ്റ സുഹൃത്തും. കൃഷ്ണൻ അവസാനം പോകുമ്പോൾ എല്ലാ ഉപദേശങ്ങളും ആർക്കാ കൊടുത്തത്? ഉദ്ധവർക്ക്. അതുകൊണ്ട് ഉദ്ധവരിൽ നിന്ന് തന്നെ കേൾക്കണം എന്ന് വിതുരർക്ക് ആഗ്രഹം, ഭഗവാനും ഇത് ആഗ്രഹമാണ്. തന്റെ ഭക്തനായ ഉദ്ധവരിൽ നിന്ന് തന്റെ ഭക്തനായ വിതുരരെ ഇത് കേൾക്കണം എന്നുള്ളത്. അതാണ് ഉദ്ധവ ഗീത എന്ന് പറഞ്ഞൊരു ഗീതയുണ്ട്. അപ്പൊ നമ്മുടെ ശ്രീമദ് ഭാഗവതം 3-ാം സ്കന്ധം 1-ാം അധ്യായത്തിന്റെ വിതുരന്റെ ചോദ്യങ്ങൾ എന്ന അധ്യായത്തിലെ ഭക്തി വേദാന്ത വിശദീകരണം ഇവിടെ സമാപിക്കുന്നു. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. എല്ലാവരും ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ? ക്ലിയർ അല്ലേ? ഇത് തൃതീയ സ്കന്ധാണ്. ഫസ്റ്റ് ആദ്യം വന്നവരായിരിക്കും ഫസ്റ്റ് ഇത് ഈ ചാപ്റ്റർ കേൾക്കുമ്പോൾ മനസ്സിലാവാത്ത ഒന്നുമില്ലല്ലോ അല്ലെ. എല്ലാവർക്കും മനസ്സിലായി. വിതുരരെ എല്ലാവർക്കും അറിയാം അല്ലെ. നമ്മള് വിതുരന്റെ അഭിനയവും ഭക്തിയൊക്കെ നമ്മൾ പഠിക്കണം അല്ലെ. അങ്ങനെ തന്നെ നമുക്ക് ഗോലോകത്ത് പോണ്ടേ? ഇവിടെ തന്നെ ഇരുന്നാ മതിയാ? ഇനി വീണ്ടും ജനിക്കണ വേണ്ടല്ലോ. എന്ത് ചെയ്യാ? പരമ്പരയുള്ള ഭക്തന്മാര് പറഞ്ഞ മിണ്ടാണ്ട് കേൾക്കാം. ഒന്നും ചോദ്യം ചെയ്യണ്ട. ചോദ്യം ചെയ്യാനുള്ളതൊക്കെ ഉണ്ടാവും, ഒന്നും മിണ്ടണ്ട. സേവ പ്രത്യേകം ചെയ്യണം. എന്തെങ്കിലും ആരെങ്കിലും എനിക്ക് ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ. നാമം ജപിക്കുക, സത്സംഗം കൂടുക, ഹരിനാമം ജപിക്കുക അല്ലെ. കിട്ടിയ അവസരം പാഴാക്കാതെ നമുക്ക് ഈ ജന്മം പോകണം. വൃന്ദാവനത്തിൽ പോയിട്ട് എന്ത് ചെയ്യണം? ഒന്നും മിണ്ടരുത്. നാമം ജപിക്കുക, കൃഷ്ണനെ പ്രൈസ് ചെയ്യുക മാത്രം. എന്തെങ്കിലും മിണ്ടി എന്ത് സംഭവിക്കും? വീണ്ടും ഇവിടെ വരണം, വീണ്ടും ഇവിടെ വരണം. മതി വന്നത് അല്ലേ? മതിയായ വന്നത്. എനിക്കും പതിയുണ്ട്, പക്ഷെ എന്നാലും പാപങ്ങൾ നിർത്തിയിട്ടില്ല. പാപങ്ങൾ നിർത്തിയാലേ നമുക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. അതിന് ആദ്യം തന്നെ നമുക്ക് എന്ത് വേണം? നമ്മുടെ മുകളിലുള്ള ഗുരുക്കന്മാര് പറഞ്ഞനുസരിച്ച് ആദ്യം നമ്മുടെ വിചാരം നമുക്ക് തന്നെ കൃഷ്ണനായിട്ട് നല്ല ബന്ധമുണ്ട്, പോകാൻ പറ്റുന്നു. പഠിച്ച് വന്നപ്പോ മനസ്സിലായി കൃഷ്ണൻ കാണാനായി പറ്റില്ല എന്ന് അല്ലേ. 17 വർഷമായി ജപിക്കണേ, 17 വർഷമായി ഭക്തിയുത സേവനം ചെയ്യണം. ഇപ്പൊ മനസ്സിലായി ഒറ്റയ്ക്ക് കൃഷ്ണനോട്. ആദ്യം വിചാരിച്ച് പോകാൻ പറ്റുന്നത്. വർഷങ്ങൾ കഴിയുന്തോറും നമ്മുടെ ഹൃദയം ശുദ്ധമാവുന്തോറും നമുക്ക് സത്യം വെളിപ്പെടും. നമുക്ക് അല്ലെ ഗുരുവിന്റെ പരമ്പരയുടെ കരുണ ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റും. ശ്രീല പ്രഭുപാദരുടെ അതിന്ന് വരുന്ന കണ്ണികളുടെ കരുണ ആശ്രയിക്കാം. നമ്മളെ ഭഗവാൻ കൊണ്ടുവന്ന് അങ്ങടെ ആയതുകൊണ്ട് അത് പറയണം കേട്ടോ. ഒരുപാട് ഗുരു പരമ്പരകളൊക്കെ ഉണ്ട്. പക്ഷെ കൃഷ്ണൻ എങ്ങടാ നമ്മളെ കൊണ്ടുവന്ന്?
യാദൃശ്ചികമായിട്ടോ ആരെങ്കിലും പറഞ്ഞിട്ടോ നമ്മൾ വന്നത് എവിടേക്കാ? പ്രഭുപാദിന്റെ അടുത്തേക്ക് അല്ലെ. അപ്പൊ നമ്മുടെ വിധി ഏതാണ്? പ്രഭുപാദ് വഴി പോകാനാണ്. അപ്പൊ നമ്മൾ പ്രഭുപാദ് വഴി ആ പരമ്പര വഴി ദൃഢമായി വിശ്വസിച്ചിട്ട് നാമം ജപിച്ച് പോവാം. 5 മിനിറ്റ് കീർത്തനം നമുക്കിനി ഒന്നും ചെയ്യാനില്ല. അപ്പൊ കീർത്തനം കഴിഞ്ഞു കേട്ടാ. ഇല്ല, വിദുരർക്ക് ഭാര്യയുണ്ട്. വിദുരരുടെ വീട്ടിലൊക്കെ ഭഗവാൻ വരുന്നില്ലേ? അപ്പൊ വിദുരരുടെ ഭാര്യ ആ ഒരു സന്തോഷത്തില് പഴത്തൊലിയൊക്കെ എടുത്തു കൊടുക്കണ ഭാഗല്ലേ. കൃഷ്ണൻ എവിടെ ചെന്നോക്കെ വലിയ വലിയ കൊട്ടാരങ്ങളിലൊന്നും പോയില്ല അല്ലെ. വിദുരരുടെ വീട്ടിലേക്കാണ് കൃഷ്ണ ഭഗവാൻ പോയത്. അപ്പൊ അതായത് കൊട്ടാരങ്ങളോട് എതിർപ്പായിട്ടല്ല, കൊട്ടാരങ്ങളുള്ളവർക്ക് ഭക്തി ഇല്ലാത്തതുകൊണ്ടാണ്. വിദുരർക്ക് നല്ല ഭക്തികളുണ്ട്. ആ കുടിലിൽ കയറി ചെന്ന് അവിടുത്തെ ഭക്ഷണം കൊടുത്തത് എന്താ? പഴത്തൊലി. ആ പഴത്തൊലി ഇരുന്ന് ഭഗവാൻ ഇങ്ങനെ സന്തോഷത്തോടെ കടിച്ചു തിന്നാണ് അല്ലെ. നമ്മൾ വിചാരിക്കണമൊന്നുമല്ല അല്ലെ കാര്യങ്ങൾ ഭഗവാൻ വിചാരിക്കണം. എന്ന് വെച്ചാൽ വിദുരരുടെ പത്നി നമ്മൾ വിചാരിക്കാം പാവം പഴം കൊടുക്കണ്ടേ. പക്ഷെ ഈ എക്സസീല് കൃഷ്ണൻ വന്ന സന്തോഷത്തിലേ തൊലി കളഞ്ഞ പോലെ പഴം കളഞ്ഞ് തൊലിയെടുത്ത് നമ്മുടെ ശബരിയൊക്കെ കൊടുക്കണ പോലെ തിന്ന് കൊടുക്കണ പോലെ കൊടുത്തപ്പോ ഭഗവാൻ അതിൽ സന്തോഷമായിട്ട് ഭഗവാൻ ആസ്വദിച്ച് അമൃത് കഴിക്കണ പോലെ ഭഗവാൻ കഴിക്കണേ. അപ്പൊ വിദുരർ വന്നിട്ട് ചീത്ത പറഞ്ഞ് എന്താ ചെയ്യണം? അപ്പൊ അവിടെ ഒന്നും മിണ്ടണ്ട ഞാൻ കഴിച്ചോണ്ടിരിക്കാന്ന്. അങ്ങനെയാണ് ഭഗവാൻ. നമ്മൾ ഇത് തന്നെ വേണം, സന്തോഷത്തോടെ അല്ലെ ഭഗവാന് സമർപ്പിച്ച് കഴിഞ്ഞാൽ സന്തോഷമായി ഭഗവാൻ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ
കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എല്ലാവരും ഒന്നിച്ച് ചെയ്യുമ്പോഴാണ് രസം അല്ലേ? ഒറ്റയ്ക്ക് നമുക്ക് ഈ ഒരു ആനന്ദം വരുന്നില്ല അല്ലേ? ശരിയല്ലേ? ഒറ്റയ്ക്ക് ജപിക്കുമ്പോ എന്തോ കൃഷ്ണൻ ഇങ്ങനെ വരും. ഇപ്പൊ കൃഷ്ണൻ ഇങ്ങനെ നടക്കണ പോലെയും കണ്ണൊക്കെ ഇങ്ങനെ ചെവിവരെ നീണ്ട കണ്ണുകൾ ഇങ്ങനെ അങ്ങനെ നോക്കി നടക്കണ പോലെയൊക്കെ നമുക്ക് തോന്നും. ഒരുമിച്ച് എല്ലാ ഭക്തരുടെയും എന്താ വെച്ചാൽ എല്ലാവരും ജപിക്കണമല്ലേ, എല്ലാവരുടെയും ഹൃദയം ഒന്നിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ പരിശുദ്ധി വരണ കാരണമാണ് നമുക്ക് സംകീർത്തനം എന്ന് പറഞ്ഞിട്ട് മഹാരാജ് ഒരു ക്ലാസ് വന്നു. ഒന്നിച്ച് കീർത്തനം ചെയ്യണം. നമുക്കിതെല്ലാം അറിയാം. ഇപ്പൊ എനിക്ക് 17 വർഷമായി ഇസ്കോണിൽ വന്നിട്ട് വരുമ്പോൾ മിക്കവാറും എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് സീനിയേഴ്സ്. ജപിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ബുക്ക് 12 സ്കന്ധം വായിച്ചു കഴിഞ്ഞു, പ്രഭുവിന്റെ ഒരുപാട് ബുക്ക് വായിച്ചു കഴിഞ്ഞു. ജപിക്കുമ്പോൾ സന്തോഷം കിട്ടണമെങ്കിൽ നിങ്ങളുണ്ടാവണം. അറിവുകൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ളതാണ്. എല്ലാ അറിവും എന്തിനാണ്? ഒന്നിച്ചിരുന്നല്ലേ സന്തോഷത്തോടെ. എനിക്ക് ഒറ്റയ്ക്ക് ജപിക്കുമ്പോൾ ഈ സുഖം കിട്ടാറില്ല സത്യമായിട്ടും. ഇപ്പൊ നമ്മൾ ഇല്ല എല്ലാവർക്കും തോന്നല്ലേ ഒരു സുഖം ഒറ്റയ്ക്ക് ജപിക്കണം ഇവിടെ അല്ലേ? ഒറ്റയ്ക്ക് ജപിക്കുമ്പോൾ കഴിക്കണം 16 മാല ജപിക്കും. പക്ഷെ ഇപ്പൊ ഹൃദയത്തിൽ എന്തൊക്കെയോ ഒരു വേദനയോടുകൂടി ഭക്തി തോന്നാം ഒരുമിച്ച് ചെല്ലുമ്പോ അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ സത്സംഗം മുടക്കരുത്, സത്സംഗത്തിൽ വരണം എന്ന് പറഞ്ഞത്. എനിക്ക് വേണ്ട, ഞാൻ വരാൻ പറയണം. സത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് സന്തോഷം ഉണ്ടായിട്ട് ജപിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാ ഭക്തന്മാരും ഒന്നിച്ചു കൂടിയിട്ട് ഈ ആ എനർജി, പോസിറ്റീവ് എനർജി ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ആ ഒരു സുഖം അല്ലേ, ആ സുഖം കിട്ടാൻ വേണ്ട. ഒറ്റയ്ക്ക് എത്രയോ മാല ജപിക്കുന്നുണ്ട് അല്ലേ? ശ്രദ്ധയില്ല, കടം തൊളിക്കണ പോലെ അല്ലേ? മനസ്സും കിട്ടണില്ല. ഇപ്പൊ മനസ്സ് ആരെങ്കിലും എങ്ങടെങ്കിലും പോയോ നോക്ക് അല്ലെ? ഒന്നിച്ച് വന്നു. അതാണ് വെച്ചാൽ നമുക്ക് മായേനെ തോൽപ്പിക്കാൻ ഒറ്റക്കെട്ടായിട്ടേ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് നിന്ന മായ സുഖമായി നമ്മളെ വലിച്ചോണ്ട് പോകും. അതാണ് നമുക്ക് ജപിക്കും കോൺസെൻട്രേഷൻ ഇല്ലാത്തത്. നമ്മൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ മായ കടക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റണില്ല. വല്ല എല്ലാവരുടെയും എനർജി പുറത്തേക്ക് വരികയാണേ. അപ്പൊ അത് വലിയ എനർജി ആയിട്ട് മാറുമ്പോൾ മായ്ക്കത് ഭേദിച്ച് കിടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സത്സംഗം സംകീർത്തനത്തിനൊക്കെ ഇമ്പോർട്ടന്റ്. അല്ലാണ്ട് ആർക്കും ഒന്നും അറിയാഞ്ഞിട്ടല്ല, എല്ലാവർക്കും എല്ലാം അറിയാം അല്ലേ? ഈ യശോദര കഥ ജനിച്ചപ്പോ പോലെ കേൾക്കണം, ആർക്കും അറിയാത്തത് അല്ലേ? വിതുരര് ഞാൻ ചോദിച്ചപ്പോ എല്ലാവരും ഉത്തരം പറഞ്ഞു വിതുരരെ അറിയാം. പക്ഷെ ഇങ്ങനെ കേൾക്കുമ്പോഴൊരു സുഖം എന്താ? അതാണ് ആ സുഖം അല്ലേ? പറയുമ്പോഴും സുഖം, കേൾക്കുമ്പോഴും സുഖം, ജപിക്കുമ്പോഴും സുഖം. അഥവാ അതുകൊണ്ട് അത്യാവശ്യ കാര്യത്തില് ഈ മരണം, കല്യാണം, നമുക്ക് വയ്യാണ്ടാകുമ്പോഴൊക്കെ നിങ്ങൾ മുടങ്ങിക്കോളും. അത് നിവൃത്തിയില്ല. അല്ലാതെ നമ്മള് സത്സംഗം മുടക്കാതെ നോക്കുക, ഒരുമിച്ചിരിക്കുക. ഒത്തിരി വൈകിട്ടായാലും വന്നാൽ മതി, 11 മണി 11:30 ആയിട്ട് എത്തിയാലും മതി. വന്ന് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കീർത്തനം ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു എനർജി എന്താണെന്ന് അറിയോ? 16 മാല ഒറ്റയ്ക്കിരുന്ന് ജപിക്കണമെങ്കിലും ഈ ഹരേകൃഷ്ണ പാടയപ്പെട്ടല്ലോ, നല്ലതായിട്ടുള്ള എനർജി കിട്ടി ഇല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾ പാടിക്കോ, കീർത്തനം പാടിക്കോ. ഹരേ കൃഷ്ണ, രാധേ രാധേ. മൈക്കൊക്കെ എടുക്കാം.